യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവപുത്രനായി വെളിപ്പെട്ടു വന്ന സൃഷ്ടാവ് തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ച് അവൻ ഒരു സൃഷ്ടിയായി നിന്നുകൊണ്ട് എന്തു പറയുന്നു ആ ആരാധനയെക്കുറിച്ച് നമുക്ക് നോക്കാം. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം തമിഴിൽ വായിച്ചോളൂ. ഉണ്മയായി തൊഴുതുകൊള്ളുகிறவர்கள் പിതാവേ. നോക്കിക്കേ, ഉണ്മയായി തൊഴുതുകൊള്ളുகிறവர்கள், സത്യ നമസ്കാരികൾ, സത്യമായി ആരാധിക്കുന്നവർ. ഹല്ലേലൂയ. വായിച്ചേ. പിതാവേ, ஆவியோடும் உண்மையோடும் தொழுது கொள்ளும் காலம் வரும், அது இப்பொழுதே வந்திருக்கிறது. தம்மை தொழுது கொள்ளுகிறவர்கள் இப்படிப்பட்டவர்களாய் இருக்கும்படி പിതാവാനവർ വിരുമ്പുகிறார். ആമേൻ. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാ വരുന്നു. കാലം വരുന്നു, ഒരു കാലം വരും. ആ കാലം എങ്ങനെയുള്ള കാലമാണ്? സത്യ നമസ്കാരികളുള്ളൊരു കാലം. ചില ആളുകൾ വിചാരിക്കുകയാണ്, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കണ്ടാൽ തന്നെ എനിക്കറിയാം അങ്ങനെ കാലം വന്നാൽ എനിക്കെന്താ, വന്നില്ലെങ്കിൽ എനിക്കെന്താ. അങ്ങനെ ഇരിക്കരുത്. ഈ വചനത്തെ സ്തുതിയോടെ സ്തോത്രത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അതേ ഗൗരവത്തോടു കൂടി ഇരിക്കണം. കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കണം. ഹല്ലേലൂയ. അടുത്ത് കൈ പിടിച്ച് പറഞ്ഞേ, സത്യ നമസ്കാരികൾ ഭൂമിയിൽ ഉണ്ടാകണം. സത്യ നമസ്കാരികൾ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എന്താ ലക്ഷ്യം? സത്യ നമസ്കാരികൾ, സത്യമായി ആരാധിക്കുന്ന ദൈവജനം എഴുന്നേൽക്കണം. കർത്താവിൻ്റെ ഇഷ്ടം അതാണ്. ട്രൂ വർഷിപ്പേഴ്സ്, സത്യമായി ആരാധിക്കുന്നവർ, ചടങ്ങിന് ആരാധിക്കുന്നവരല്ല, മറ്റുള്ളവർ നിർബന്ധിച്ച് ആരാധിക്കുന്നവരല്ല, മനസ്സോടെ ആരാധിക്കുന്നവരല്ല, മനസ്സിൽ പല പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആരാധിക്കുന്നവരല്ല. മുഴുവൻ ശ്രദ്ധയും ആരാധനയ്ക്ക് കൊടുത്ത് സത്യമായി ആരാധിക്കുന്ന, ഒരുക്കത്തോടുകൂടി ആരാധിക്കുന്ന ഹാബേലിനെ പോലെ സത്യമായി ആരാധിക്കുവാൻ മനസ്സോടെ ആരാധിക്കുന്ന സത്യ നമസ്കാരികൾ എഴുന്നേൽക്കണം. ഇത് കേൾക്കുമ്പോൾ നാം തന്നെ ആദ്യം ഒരു സത്യ നമസ്കാരിയായി മാറുവാനുള്ള ഒരു ഒരുക്കം നമ്മിലുണ്ടാകട്ടെ. നമ്മോട് ഇടപെടുന്ന വ്യക്തികളും സത്യ നമസ്കാരികൾ ആകുവാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു മൈൻഡും നമുക്കുണ്ടാകട്ടെ. We have to encourage others to be a true worshipper. ഒരു സത്യ നമസ്കാരിയാകുവാനുള്ള ഒരു പ്രോത്സാഹനം മറ്റുള്ളവർക്ക് കൊടുക്കാം. ആരാധിക്കാൻ മടിയുള്ളവനോട് പറയാം, ആരാധിക്കണം, സ്തുതിക്കണം, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. അവൻ ആരാധനയുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണ്. അവൻ സ്തുതികളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവമാണ്. നമ്മുടെ നാവ് ദൈവത്തെ സ്തുതിക്കുവാനുള്ളതാണ്. നമ്മുടെ അധരം കർത്താവിനെ സ്തുതിക്കുവാനുള്ളതാണ്. നമ്മുടെ ജീവിതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തെ തന്നിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന നാവ് നമുക്കുണ്ടാകട്ടെ. ആരാധനയെക്കുറിച്ച് പറയുന്ന നാവ് ഉണ്ടാകട്ടെ. ആരാധിപ്പാൻ പ്രോത്സാഹിപ്പിക്കുന്ന നാവ് നമുക്കുണ്ടാകട്ടെ. മടിപ്പിക്കുന്ന നാവ് വേണ്ട. നിരുത്സാഹപ്പെടുന്ന നാവ് നമുക്ക് വേണ്ട. പിന്തിരിപ്പിക്കുന്ന നാവ് നമുക്ക് വേണ്ട. ഉത്സാഹിപ്പിക്കുന്ന, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മറ്റുള്ളവരെയും ഉത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവരെയും അവൻ ആകർഷിക്കുന്ന, അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം, ഒരു മൈൻഡ് നമുക്കുണ്ടാകട്ടെ. സത്യ നമസ്കാരികൾ. ഒരു ദൈവപുത്രനിൽ നമുക്കത് കാണാം. യേശു എന്ന ദൈവപുത്രൻ അങ്ങനെ തന്നെ പറയുകയാണ്, സത്യ നമസ്കാരികൾ. അവർ ആരാധിക്കുന്ന ഒരു കാലം വരുന്നു, അങ്ങനെ ഒരു നാഴിക വരുന്നു. ഭാഗികമായി അതിപ്പോൾ ഉണ്ടായിരിക്കുന്നു, എന്നാൽ ഇങ്ങനെയല്ല, അങ്ങനെ ഒരു കാലം വരുന്നു. സത്യ നമസ്കാരികൾ നിറഞ്ഞൊരു കാലം വരുന്നു. നിങ്ങളും ഈ കർത്താവിൻ്റെ പാദത്തിൽ അല്പം എണ്ണമുള്ളവരായി നമ്മൾ ഇരിക്കുമ്പോൾ, ഭൂമിയുടെ ടോട്ടൽ ജനസംഖ്യ നോക്കുമ്പോൾ അല്പം വളരെ തുച്ഛമായ ഒരു എണ്ണമുള്ള അംഗങ്ങളായി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം, ഭൂമി മുഴുവനും, ഈ ഗ്ലോബ് മുഴുവനും സത്യ നമസ്കാരികളെ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമി, കർത്താവിനെ തേടുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ മുന്നിൽ അമേൻ ബഹുമാനം കാണിക്കുന്ന ജനങ്ങൾ നിറഞ്ഞ ഒരു ഭൂമിയെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാൻ വി എക്സ്പെക്ട് ദാറ്റ്? അന്തിക്രിസ്തു ഭരിക്കാൻ പോകുന്ന ഭൂമിയാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല. സത്യ നമസ്കാരികൾ ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന, ആരാധിക്കുന്ന ദൈവജനം നിറഞ്ഞൊരു ഭൂമിയെ പ്രതീക്ഷിക്കുവിൻ. ചിലരുടെ പ്രതീക്ഷ അന്തിക്രിസ്തു വരും, എല്ലാത്തിനെയും കീഴ്ക്കിലാക്കും. നെവർ മൈൻഡ്. അവന് നമ്മോട് ഒരു കാര്യവുമില്ല. അവൻ വരുകയോ പോവുകയോ ചെയ്യട്ടെ, നമ്മുടെ വിഷയമല്ല.
ബട്ട് ഈ ഭൂമി, സർവ്വഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞ ഭൂമി. അവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതിൽ നിന്നും ഭൂമി വിടുവിക്കപ്പെട്ട് സത്യ നമസ്കാരികൾ ഭൂമിയിൽ നിന്നും എഴുന്നേൽക്കേണ്ടതുണ്ട്. അതിനായി സഭയെ കർത്താവ് ഭൂമിയിൽ വെച്ചിരിക്കുന്നു. നാം ഓരോ ദൈവത്തെ ജനത്തിന്റെയും പ്രതീക്ഷയും അതുതന്നെ ആയിരിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ വരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരുവാൻ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തിന് ഭൂമിയിൽ മഹത്വം ഉണ്ടാകുവാനുള്ള ഒരു പ്രതീക്ഷ അത് തന്നെ ദൈവജനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഈ ഭൂമി ദൈവത്തിന് സ്വന്തം. ഈ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത്, ദൈവത്തിനുള്ളത്, സാത്താനുള്ളതല്ല. സാത്താൻ അത് അടിമപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്, മോഷ്ടിച്ചെടുത്തിരിക്കുന്നതാണ്, തട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇത് ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യനമസ്കാരികൾ എഴുന്നേൽക്കട്ടെ. സൃഷ്ടാവുമായി ബന്ധമുള്ള, പിതാവുമായി കണക്ഷനുള്ള, പിതാവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന, സത്യമായി ആരാധിപ്പാൻ താല്പര്യമുള്ള വലിയൊരു കൂട്ടം ദൈവജനം ഭൂമിയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. അങ്ങനെ തന്നെ ഒന്ന് ഡിക്ലെയർ ചെയ്തേ. ഭൂമിയിൽ നിന്നും സത്യനമസ്കാരികൾ ധാരാളമായി എഴുന്നേൽക്കട്ടെ. ഇങ്ങനെയുള്ള ഡിക്ലറേഷൻസ് നിങ്ങളുടെ നാവിൽ നിന്ന് വരണം. ഓക്കെ? ഭൂമി ദൈവത്തിനുള്ളത്, ഭൂവാസികൾ ദൈവത്തിനുള്ളത്. അത് നിങ്ങളുടെ നാവ് ഡിക്ലെയർ ചെയ്യട്ടെ. നിങ്ങളുടെ നാവിൽ ശാപമല്ല വരേണ്ടത്, നിങ്ങളുടെ നാവിൽ നെഗറ്റീവ് അല്ല വരേണ്ടത്. നിങ്ങളുടെ നാവിൽ എന്താണോ സംഭവിക്കേണ്ടത്, ഇപ്പോൾ അലങ്കോലമായി കിടക്കുന്നു, അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ വരേണ്ടത്, ആമേൻ, നിത്യമായുള്ളത്, തേജസ്കരിക്കപ്പെട്ടത് വരുവാനുള്ളതാണ്. ബെറ്റർ ആയിട്ടുള്ളത് വരുവാനുണ്ട്. ഇന്നത്തെ അവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അത് നമ്മൾ വിശ്വസിക്കുന്നില്ല. വലിയ തേജസ്സുള്ള മഹത്വമുള്ളൊരു കാര്യം, മഹത്വമുള്ളൊരു കാലം വരുവാൻ പോകുന്നു. ഭൂമിയിലൊരു മാറ്റം വരുവാൻ പോകുന്നു. ഇതാകട്ടെ സഭയുടെ പ്രതീക്ഷ. ജീസസ്, ജീസസ്. ഭൂമിക്കൊരു മാറ്റം, ഭൂമിക്കൊരു മാറ്റം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. വെറുതെ അല്ല ഉപ്പിനെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്, ഭൂമിക്കൊരു രുചി വരുത്തുവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രുചിയില്ലാത്ത ഭൂമി, ഇപ്പോൾ ദൈവത്തിന് ആസ്വദിക്കുവാൻ പറ്റാത്ത ഭൂമി, ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിലുണ്ട്. പക്ഷെ ചിലത് അതിനെ മറച്ചു വച്ചിരിക്കുകയാണ്. ഇതിലൊരു മാറ്റം വരുത്തുവാൻ, അങ്ങനെ ഒരു ആസ്വാദകരമായ ഒരു ഭൂമി, പിതാവിന് ആസ്വദിക്കുവാൻ തക്കവണ്ണമുള്ളൊരു ഭൂമിയായി ഈ ഭൂമിയെ മാറ്റുവാൻ ഒരു ശേഷിപ്പിനെ കർത്താവ് ഇന്ന് ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. സ്തുതിക്കുന്ന ഒരു ജനത്തെ, സത്യ നമസ്കാരികളെ കർത്താവ് ഇന്ന് ഈ ഭൂമിയിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം. എഴുന്നേൽപ്പിൻ. അറൈസ് ആൻഡ് ഷൈൻ. എഴുന്നേറ്റ് പ്രകാശിപ്പിൻ. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 60:1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. മറ്റുള്ളവർ എഴുന്നേൽക്കുന്നില്ലേ, ഡോണ്ട് കെയർ. നമുക്ക് എഴുന്നേൽക്കാം. ഞാൻ കർത്താവിനെ സ്തുതിക്കും, ഞാൻ കർത്താവിനെ ആരാധിക്കും, ഞാൻ കർത്താവിനായി സമയങ്ങൾ മാറ്റിവെക്കും, ഞാൻ കർത്താവിനോട് കൂടെ നടക്കും. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഐ വാണ്ട് ടു വാക്ക് വിത്ത് ഗോഡ്. എനിക്കും ദൈവത്തോട് കൂടെ നടക്കണം. ഏലിയാവ് കർത്താവിനോട് കൂടെ നടന്നു. എനിക്കും ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മകനായി, മകളായി ഞാൻ മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടാകട്ടെ. അതിനായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുവേൻ. ഹല്ലേലൂയ. അന്നൊരു ഏലിയാവ് ഉണ്ടായിരുന്നുവെങ്കിൽ, അന്നൊരു ഹാനോക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുവേൻ. അതുപോലുള്ള അതേ ക്വാളിറ്റിയുള്ള അനേകം, എണ്ണുവാൻ കഴിയാത്ത അളവിലുള്ള വലിയൊരു കൂട്ടം ദൈവത്തിന്റെ ജനം ഭൂമിയിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുവേൻ. അങ്ങനെ സംഭവിക്കട്ടെ. നശിച്ചു പോകുന്ന ആത്മാക്കൾ, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ജഡീകരായി ജീവിക്കുന്ന മനുഷ്യരെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന് ഒരു ഇഷ്ടമുണ്ട്. തന്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സദസ്സിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ ജീവനുള്ളവനായി, അവനിൽ ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ചവനായി, ഭൂമിയുടെ ഒരു ഉപ്പായി, മഹത്വമുള്ളവരായി അവർ എഴുന്നേൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ എഴുന്നേൽക്കുവാൻ റെഡിയാണോ? കർത്താവിന്റെ ശബ്ദം നിങ്ങളോട് ചോദിക്കുകയാണ്, ആ മനുഷ്യൻ നീയാകുമോ? നീ അങ്ങനെ ഒരു മനുഷ്യനായി എഴുന്നേൽക്കുവാൻ റെഡിയാകുന്നുവോ? നിന്റെ ഉള്ളം സ്തുതിക്കുന്ന ഒരു ഉള്ളം ആയി മാറട്ടെ. നിന്റെ നാവ് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നാവായി മാറട്ടെ. അങ്ങനെ ഒരു മനുഷ്യനായി നീ മാറ്. നിന്റെ ഭവനത്തിൽ നീ ആയിരിക്കുമ്പോൾ നിന്നിൽ നിന്ന് സ്തുതി ഉയർന്നുകൊണ്ടേ ഇരിക്കട്ടെ. നിന്റെ യാത്രകളിൽ നിന്നിൽ നിന്ന് സ്തുതി ഉയർന്നുകൊണ്ടേ ഇരിക്കട്ടെ. സ്തുതിക്കുന്ന ഒരു ദൈവപൈതലായി മാറ്. അപ്പോൾ നീ ദൈവത്തോട് കൂടെ നടക്കും. ഹല്ലേലൂയ. നിന്റെ മനസ്സിൽ എന്താണ്? കർത്താവ് നിന്റെ മനസ്സിലുണ്ടോ? നിന്റെ ചിന്തയിൽ യേശു ഉണ്ടോ? നിന്റെ ചിന്തയിൽ ആരാധനയുണ്ടോ? എങ്കിൽ നീ ദൈവത്തോട് കൂടെ നടക്കും.
നിന്റെ ചിന്ത ലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നീ കലക്കത്തിലായിരിക്കുകയാണോ, നിനക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റില്ല. നിന്റെ എല്ലാ ചിന്തയുടെ ആകുലതകളും എടുത്ത് മാറ്റുക, അത് കർത്താവിൻ്റെ മേലിട്. കർത്താവ് അത് നോക്കിക്കൊള്ളട്ടെ. ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അങ്ങനെയുള്ള തീരുമാനങ്ങൾ നമ്മിലുണ്ടാകാം. ഹല്ലേലൂയ. സത്യ നമസ്കാരികൾ എഴുന്നേൽക്കണം. അങ്ങനെ ഒരു കൂട്ടം എഴുന്നേൽക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ആ കാലത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു, ആ നാഴിക വരുന്നു, അങ്ങനെ ഒരു കാലം വരുന്നു. ആ കാലം ഈ കാലമായി മാറുവാൻ ദൈവജനം ആഗ്രഹിക്കാം. ഹല്ലേലൂയ. അടുത്ത വാക്യം. தேவன் ஆவியாயிருக்கிறார், அவரை தொழுது கொள்ளுகிறவர்கள் ஆவியோடும் உண்மையோடும் அவரை தொழுது கொள்ள வேண்டும் என்றார். ഈ ഒരു വചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വചനത്തിൽ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ള കോർ കണ്ടന്റ് അതിൽ അടങ്ങിയിരിക്കുകയാണ്. വളരെ ഷോർട്ടായി കർത്താവ് എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു പൂർത്തീകരിച്ചിരിക്കുകയാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, നമസ്കരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുതന്നെ ആഗ്രഹിപ്പൻ. ആത്മാവിൽ ആരാധിക്കണം. എൻ്റെ ബുദ്ധിയിൽ ആരാധിക്കുന്നതിനേക്കാൾ, എൻ്റെ ശരീരം കൊണ്ട് ആരാധിക്കുന്നതിനേക്കാൾ എന്നിലൊരു ആത്മാവ് ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ അതിൽ വരട്ടെ. ആ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകട്ടെ. ആദ്യം ഒരു മനുഷ്യൻ ആരാധിപ്പാൻ കഴിയുക അവൻ ബുദ്ധിയിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്, അവൻ്റെ മനസ്സിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. എന്നാൽ അവൻ്റെ ആ ഒരു ഒരുക്കത്തിൽ പൂർണ്ണത വരുമ്പോൾ അത് ആത്മാവ് ഏറ്റെടുക്കും. ആത്മാവ് ഏറ്റെടുക്കുന്ന നിലകളിൽ ഒരു പരിപൂർണ സമർപ്പണം, പരിപൂർണ ശ്രദ്ധ, പരിപൂർണ ഒരുക്കം നമ്മിലുണ്ടായാൽ പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കും. അത് ആത്മാവിലെ ആരാധനയായി മാറും. ഹല്ലേലൂയ. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ശ്രമം, ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പരിശ്രമം, നമ്മുടെ സ്റ്റെപ്പുകൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ മനസ്സിൽ നമ്മൾ പൂർണ്ണമായും ആ ആരാധനയുടെ ഹരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. ഹല്ലേലൂയ. സ്തുതിയില്ലാത്ത മനസ്സിൽ ദൈവം വസിക്കില്ല, ആരാധനയില്ലാത്ത ഹൃദയത്തിൽ ദൈവം വസിക്കില്ല. അടുത്ത എഴുതി പറഞ്ഞേ, സ്തുതിയില്ലാത്ത മനസ്സിൽ, ആരാധനയില്ലാത്ത മനസ്സിൽ സൃഷ്ടാവ് വസിക്കില്ല, ദൈവം വസിക്കില്ല, യേശു വസിക്കില്ല, പരിശുദ്ധാത്മാവ് വസിക്കില്ല. ഓക്കെ, അപ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം? സ്തുതി വേണം, ആരാധന വേണം. തുതിപ്പേൻ തുതിപ്പേൻ തുതിത്തുകൊണ്ടേ ഇരുപ്പേൻ, തുതിപ്പേൻ തുതിപ്പേൻ തുതിത്തുകൊണ്ടേ ഇരുപ്പേൻ. ആ വരി നോക്കിക്കേ, എന്താ പറയുന്നേ? സ്തുതിക്കും സ്തുതിക്കും സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ടിവിൻഷി എങ്ങ് വന്നേ. കഴിഞ്ഞ 7 ദിവസത്തെ ആരാധനയിൽ ടിവിൻഷിയും ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനമെടുത്തു. ഇവർ ഫുൾ ടൈം കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ നിന്ന് ആരാധിക്കുമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ആരാധിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് ഞാൻ ഇവരെ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കൊരു മാതൃക കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കും നിൽക്കാം, നിങ്ങൾക്കും എത്രത്തോളം കർത്താവിനെ ഇനി ഫുൾ ടൈം നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാനെങ്കിലും മനസ്സ് വെക്കൂ. അല്ലേ ബെനറ്റ് ബ്രദർ? ഒരു പണിയില്ലെങ്കിലും വീട്ടിൽ കിടന്നോളും, ഒരു പരിപാടിയില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ വീട്ടിൽ കിടന്നോളും. ഇങ്ങനെ നിൽക്കരുത്. ഒരു മനസ്സുണ്ടാകട്ടെ, ആരാധിക്കുവാൻ ഒരു മനസ്സുണ്ടാകട്ടെ. നിങ്ങൾ പറഞ്ഞോ, ദൈവത്തെ സ്തുതിക്കും, ഞാൻ കർത്താവിനെ ആരാധിക്കും. അങ്ങനെ ഒരു ഒരുക്കമുണ്ടാകട്ടെ, ഒരു താല്പര്യമുണ്ടാകട്ടെ. നിങ്ങളുടെ മനസ്സിൽ താല്പര്യമുള്ള, ആരാധിപ്പാൻ താല്പര്യമുള്ള, സ്തുതിപ്പാൻ താല്പര്യമുള്ള, കർത്താവിൻ്റെ പാദത്തിൽ കാത്തിരിപ്പാൻ താല്പര്യമുള്ള, അങ്ങനെ ഒരു ഒരുങ്ങുവാൻ താല്പര്യമുള്ള ഒരു ഹൃദയമുണ്ടോ എങ്കിൽ നിങ്ങൾ ആത്മാവിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിനൊരു താല്പര്യവും ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു മനസ്സാണ് ഉള്ളത്. അതൊരു നശിച്ച മനസ്സാണ്. അടുത്തൊരു കേട്ടു പറഞ്ഞ്, ആരാധിക്കാത്ത നശിച്ച മനസ്സ് വേണ്ട, സ്തുതിക്കുവാൻ ഇൻട്രസ്റ്റ് ഉള്ള ജീവനുള്ള മനസ്സുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ വിചാരിക്കുകയാണ് പാസ്റ്റർ എന്നെ തന്നെ ലക്ഷ്യം വെച്ച് പറയുകയാണ്,
പലർക്കും അങ്ങനെ തോന്നും, അതെൻ്റെ കുറ്റമല്ല, അതങ്ങനെ സംഭവിക്കും. ശരി, നോക്കിക്കോളൂ. അപ്പോൾ കർത്താവ് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, സ്തുതിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി മറ്റൊരു വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 100-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. 100-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം. വേഗം വേഗം. അവർ വാസൽകളിൽ സ്തുതിയോടും അവർ പ്രകാരങ്ങളിൽ പുകഴ്ചയോടും പ്രവേശിത്ത് അവരെ തുതിത്ത് അവരുടെ നാമത്തെ സ്തോത്രീങ്കൾ. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. അത് തന്നെയാണ് നമ്മൾ തൊട്ടുമുമ്പ് പാടിയത്. തുതിപ്പേൻ തുതിപ്പേൻ തുതിത്തുകൊണ്ടേയിരുപ്പേൻ, തുതിപ്പേൻ തുതിപ്പേൻ തുതിത്തുകൊണ്ടേയിരുപ്പേൻ. മലയാളികൾ ഈ ഭാഷ മനസ്സിലായില്ല എന്ന് പറയണ്ട. സ്തുതിക്കും സ്തുതിക്കും സ്തുതിച്ചു കൊണ്ടേയിരിക്കും, സ്തുതിക്കും അങ്ങനെ ഒരു ഹരമുള്ള മക്കളായി നമുക്ക് മാറാം. എന്തിനാണ് ദൈവമക്കളുടെ ഹരം? സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ, കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നതിൽ, കർത്താവിന് മഹത്വത്തെ കൊടുക്കുന്നതിൽ ഒരു ഹരം ദൈവമക്കൾക്കുണ്ടാകും. ലോകമക്കൾക്കുണ്ടാകില്ല, ജഡീകനുണ്ടാകില്ല, പിശാചിൻ്റെ വഴിയിൽ നിൽക്കുന്നവനുണ്ടാകില്ല, ഒരു ദൈവ പൈതലിനുണ്ടാകും. ദൈവമക്കളെയും ലോകമക്കളെയും, ദൈവമക്കളെയും ജഡീകനെയും ഇങ്ങനെ തിരിച്ചറിയാം. ആത്മീകന് സ്തുതിക്കുവാനുള്ള ആവേശമുണ്ടാകും, ജഡീകന് സ്തുതിക്കുവാനുള്ള എന്തുണ്ടാകും? മടിയുണ്ടാകും. അയ്യോ, എങ്ങനെ സ്തുതിക്കും, എങ്ങനെ ആരാധിക്കും, ഇത്രയും സമയം എങ്ങനെ ഇരിക്കും എന്ന് ആര് വിചാരിക്കും? ജഡീകനും ലൗകികനും വിചാരിക്കും. എന്നാൽ ഒരു ആത്മീകൻ അതൊന്നും എനിക്ക് പ്രശ്നമില്ല, ശരീരം ബലഹീനമായുള്ളത്, പക്ഷെ ഞാനത് നോക്കില്ല, ഞാൻ കർത്താവിനെ ആരാധിക്കും. ദാവീദ് പറയുന്നത് നോക്കിക്കേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വചനം പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, ആ സ്തുതി നാവിൽ വരണം. ആ നാവിൽ അതിനെ വരുത്ത്, ആ നാവിൽ ആ സ്തുതി വരട്ടെ. ജീവിതം മാറും, അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും, അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും, ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വാതിലുകളിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ എങ്ങനെ വരണം? സ്തോത്രത്തോടും സ്തുതിയോടും. സ്തോത്രം ചെയ്യണം, നന്ദി പറയണം, ആരാധനയുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന്, ദൈവത്തെ പുകഴ്ത്തുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ നിന്നും വായിൽ നിന്നും പുറത്തു വരണം. ഹല്ലേലൂയ. ഓക്കെ, റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് പോകാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്. റോമൻസ് ചാപ്റ്റർ 12 verse 1. அப்படி இருக்க சகோதரரே, நீங்கள் உங்கள் சரீரங்களை பரிசுத்தமும் தேவனுக்கு பிரியமுமான ஜீவ பலியாக ஒப்பு கொடுக்க வேண்டும் என்று. മതി. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ എന്തിനെ? ശരീരത്തെ അടക്കി വെക്കണം. എന്തിന്? ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. നമ്മുടെ ശരീരവും ദൈവത്തെ സ്തുതിക്കുന്നതിന് പങ്കാളികളായി മാറണം. അങ്ങനെയെങ്കിൽ ആ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. രോഗങ്ങളോ വേദനകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ആ വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങളെ കർത്താവ് മാറ്റിക്കളയും. അതിൻ്റെ സാക്ഷികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ വലിയ മഹത്വകരമായ കാര്യങ്ങൾ വെളിപ്പെടും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് എത്രത്തോളം കർത്താവിൻ്റെ പാദത്തിൽ സമയം ചിലവഴിച്ച് കർത്താവിനെ ആരാധിക്കുമോ ആരാധിപ്പിൻ, മഹത്വം കൊടുക്കുവിൻ. ദിനംതോറും ദൈവത്തിനായി സമയങ്ങളെ മാറ്റി വെക്കുവിൻ. ഈ വരുന്ന 7 ദിവസങ്ങൾ അത് നമ്മൾ കൂട്ടായി ചെയ്യുന്ന ഒരു വളരെ മഹത്വമുള്ള ഒരു യാഗമാണ്. എന്നാൽ അതിനപ്പുറം ഓരോ ദിവസവും ദൈവത്തെ സ്തുതിക്കുവാൻ സമയങ്ങൾ മാറ്റിവെക്കുവാനുള്ള നല്ലൊരു സമർപ്പണം നമ്മുടെ ഉള്ളിൽ, മനസ്സിൽ ഉണ്ടാകട്ടെ. ഒരു ഉടമ്പടി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദിവസവും ഞാൻ കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനോട് ചിലവഴിക്കുവാൻ എൻ്റെ സമയത്തെ ഞാൻ മാറ്റിവെക്കും. ചിലർ പറയും, ഞാൻ എപ്പോഴും ഓർമ്മ വരുമ്പോഴെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കും. അത് നടന്നോട്ടെ, അതങ്ങനെ തന്നെ നടന്നോട്ടെ, പക്ഷെ സമയം മാറ്റിവെക്കണം. ദൈവത്തിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് ചില സമയം മാറ്റിവെക്കാമോ?
ദാറ്റ്സ് ഗ്രേറ്റ്. അത് നല്ലതാണ്, അത് മഹത്വമുള്ളതാണ്. ദൈവത്തിനെന്ന് പറഞ്ഞ് ചില സമയങ്ങൾ മാറ്റിവെക്കാമെങ്കിൽ അതിലൊരു ഗ്ലോറി ഉണ്ട്, അതിലൊരു മഹത്വമുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു അരമണിക്കൂർ, ഈ ഒരു 1 മണിക്കൂർ, ഈ ഒരു 2 മണിക്കൂർ, ഈ ഒരു 3 മണിക്കൂർ ഞാൻ മറ്റൊരു കാര്യവും ചെയ്യില്ല, ഈ സമയം ഞാൻ സ്തുതിക്കുക മാത്രം ചെയ്യും എന്ന ഒരു സമർപ്പണങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുവിൻ. ദിനംതോറും അത് സംഭവിക്കട്ടെ, ഓരോ ജീവിതങ്ങളിലും അത് സംഭവിക്കട്ടെ. സ്തുതിക്കുന്ന ദൈവജനം എഴുന്നേൽക്കണം, ആരാധിക്കുന്ന ദൈവജനം എഴുന്നേൽക്കണം. വാടച്ചുണ്ടായിരിക്കരുത്, സ്തുതിയോടെ വചനങ്ങൾ ഏറ്റെടുക്കുവേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ഒരു വാക്യം കൂടെ പറഞ്ഞ് ആരാധിക്കുമ്പോഴുള്ള ദൈവത്തിൻ്റെ പ്രതികരണത്തിലേക്ക് ഞാൻ വരാൻ പോകുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 10 verse 24 and 25. மேலும் அன்புக்கு நற்கிரியைகளும் நாம் ஏவப்படும்படி ஒருவரையொருவர் கவனித்து சபை கூடி வருதலை சிலர் விட்டுவிடுகிறது போல நாமும் விட்டுவிடாமல் ஒருவருக்கொருவர் புத்தி சொல்ல கடவோம். ഓക്കെ, 24ലേക്ക് വരൂ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുവിൻ. ചിലർ എന്ത് ചെയ്യുന്നു? സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഒന്ന് ചേർന്ന് കൂടി വരുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. ഹല്ലേലൂയ. മത്തായി 18:20 അത് വായിച്ചേ, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരണം. മത്തായി 18:20 വായിച്ചേ, വേഗം വേഗം. ஏனெனில் 2 பேராவது 3 பேராவது என் நாமத்தினாலே எங்கே கூடி இருக்கிறார்களோ அங்கே அவர்கள் நடுவிலே இருக்கிறேன் என்றார். 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൂടി വന്നിരിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. We have gathered in the name of Jesus. നാം യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. This is a blessing. This is a blessed time. ഇത് അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. കർത്താവ് നമ്മുടെ പദ്ധതിയിലുണ്ട്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്ന കൂടിവരവിൽ ദൈവത്തിന് ഇഷ്ടമുണ്ട്. എവിടെ ഇരുന്നാലും ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും. എവിടെ ഇരുന്ന് ആരാധിച്ചാലും കർത്താവ് ആരാധന കൈക്കൊള്ളില്ലേ? കൈക്കൊള്ളും. പക്ഷേ കൂടി വരുന്നത് കർത്താവിൻ്റെ നാമത്തിൽ, ചില സ്ഥലങ്ങളെ വേർതിരിച്ച്, സമയങ്ങളെ വേർതിരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. ആമേൻ. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരണം, ആരാധിപ്പാൻ കൂടി വരണം, വചനം ധ്യാനിപ്പാൻ കൂടി വരണം, സ്തുതിപ്പാൻ കൂടി വരണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൂടി വരണം, പ്രാർത്ഥിപ്പാൻ കൂടി വരണം. കർത്താവിൻ്റെ നാമത്തിൽ പലതും ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരണം. അതിലൊരു ബ്ലെസ്സിംഗ് ഉണ്ട്, അതിലൊരു ദൈവത്തിന് പ്രീതിയുണ്ട്. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും, അവിടെ ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വങ്ങൾ സംഭവിക്കും. കാരണം കൂടി വന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരൂ. 24-ാം വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ, ചിലർ ആരാധനയ്ക്ക് വരാൻ അവർക്ക് താല്പര്യമില്ല. ചിലർ സമയം കിട്ടിയാലും ആരാധനയ്ക്ക് വരില്ല, ഒരു പണിയുമില്ലെങ്കിലും ആരാധനയ്ക്ക് വരില്ല. അവർ എന്ത് ചെയ്യുന്നു? സഭായോഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് ആലോചന പറയുകയാണ്. ചിലർ ആരാധന ഉണ്ടായിട്ടും ആരാധനയ്ക്ക് വരാതെ സ്വന്തം കാര്യം നോക്കുന്നു, കല്യാണത്തിന് പോകുന്നു, പാലുകാച്ചിന് പോകുന്നു, കറങ്ങി നടക്കുന്നു, ടൂറിന് പോകുന്നു, വെറുതെ ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപഠിക്കരുത്. അത് നല്ല ലക്ഷണമല്ല. അടങ്ങിയിരിക്കരുത്. ആരാധനയ്ക്കായി ഒരു ആവേശമുണ്ടാകണം. ആരാധനയെക്കുറിച്ച് മടിയുണ്ടാകുന്നവൻ മടിയനാണ്, അവൻ ദുഷ്ടനാണ്, അവൻ ജഡീകനാണ്, അവൻ ലൗകികനാണ്. എന്നാൽ ആരാധിപ്പാൻ ഇൻട്രസ്റ്റ് ഉള്ളവൻ, താല്പര്യമുള്ളവൻ, അവനാണ് ആത്മീകൻ. അവൻ്റെ ഉള്ളിൽ ദൈവത്തോട് സ്നേഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭായോഗങ്ങൾ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കുന്നവരോട് എന്ത് ചെയ്യണം? പോയി പ്രബോധിപ്പിക്കണം, പറയണം, ആരാധിക്കണം, സ്തുതിക്കണം, ആലയത്തിൽ വന്ന് കർത്താവിന് മഹത്വത്തെ കൊടുക്കണമെന്ന് അടിക്കടി പറയണം. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ കാണാൻ പറ്റും.
ആരാധനയ്ക്ക് വല്ലപ്പോഴുമേ പോവുകയുള്ളൂ, തോന്നുമ്പോഴേ പോവുകയുള്ളൂ, എവിടെയെങ്കിലും ഒരു കൊട്ട് കിട്ടുമ്പോഴേ പോവുകയുള്ളൂ, അവിടെ എവിടെയെങ്കിലും ഒരു വേദന വരുമ്പോഴേ പോവുകയുള്ളൂ. എല്ലാം നന്നായിരിക്കുമ്പോൾ ആരാധിപ്പാൻ മനസ്സില്ല, എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ ആരാധിപ്പാൻ മനസ്സില്ല, എവിടെയെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരോട് പറയണം, സഭായോഗം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നത് അത് പ്രാധാന്യമുള്ളതാണ്. അതിനെ ഉപേക്ഷിക്കരുത്, അതിനെ നിസ്സാരമായി കാണരുത്, അതിന് പ്രാധാന്യം കൊടുക്കണം. ഈ കാര്യത്തെക്കുറിച്ച് എൻകറേജ് ചെയ്ത് സംസാരിക്കുവാൻ, മോട്ടിവേറ്റ് ചെയ്ത് സംസാരിക്കുവാൻ ആളുകളെ വേണം. ഹല്ലേലൂയ. മടിയന്മാരോട് പോയി പറ, ആരാധിപ്പാൻ മനസ്സില്ലാത്തവരോട് പോയി പറ, ആരാധിക്കുവാൻ പറ, സ്തുതിക്കുവാൻ പറ, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറ. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. കൂടി വരണം, കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരണം, ആലയത്തിൽ കൂടി വരണം, സ്തുതിപ്പാൻ കൂടി വരണം, ദൈവത്തിന് മഹത്വത്തെ കൊടുക്കണം. കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത കൈ പിടിച്ച് പറഞ്ഞേ, നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു, ഇതിലൊരു മഹത്വമുണ്ട്. യെസ്, കം ബാക്ക്. അടുത്ത വചനത്തിൽ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. ഓക്കെ, ഏത് കാര്യം അധികമധികമായി ചെയ്യണം? കൂടിവരവ്, കൂട്ടായ്മ, അത് വല്ലപ്പോഴും ചെയ്താൽ പോരാ. നാൾ സമീപിക്കുന്നു, ചില പ്രവർത്തനങ്ങൾക്കുള്ള ടൈമിംഗ് അടുത്ത് വരുന്നു. അതുകൊണ്ട് അതിന് നിങ്ങൾ കൂടുതലായി ചെയ്യണം. ആ പ്രവർത്തനങ്ങൾ വേഗത്തിലാകട്ടെ. ഹല്ലേലൂയ. തൻ്റെ ജനത്തെ ഉപയോഗിച്ചിട്ടാണ്, തൻ്റെ സഭയെ ഉപയോഗിച്ചിട്ടാണ് കർത്താവ് ചില മഹത്വമുള്ള കാര്യങ്ങളെ ഈ ഭൂമിയിൽ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ജനം ഒരുങ്ങണം, സഭ ഒരുങ്ങണം. ഹല്ലേലൂയ. അധികമധികമായി ചെയ്യണം. നമ്മളിന്ന് 7 ദിവസം ആരാധിക്കുവാൻ പോകുന്ന ആരാധന അതിൻ്റെ ഒരു ഭാഗമാണ്. ഞായറാഴ്ച ഒരിക്കൽ മാത്രം കൂടി വരുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരിക്കൽ മാത്രം കൂടി വരുന്നു, അല്ലെങ്കിൽ ബുധനാഴ്ച ഒരിക്കൽ മാത്രം കൂടി വരുന്നു. ഇല്ല, ഫുൾ ടൈം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു സ്തുതിയെ ക്രമീകരിച്ചിരിക്കുന്നു. അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. എത്രത്തോളം കർത്താവിൻ്റെ പാദത്തിൽ സമയം ചിലവഴിക്കാമോ അത്രത്തോളം ഞങ്ങൾ ചിലവഴിക്കുവാനായി ഒരു ക്രമീകരണത്തെ വെച്ചിരിക്കുന്നു. അധികമധികമായി ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. ഓക്കെ, ഇനി സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതികരണം എങ്ങനെയൊക്കെയാണ്? ഒരു വചനം നമ്മൾ ഓൾറെഡി നോക്കി. മത്തായി 18:20 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. സ്തുതിക്കുന്നവരുടെ ഇടയിൽ കർത്താവുണ്ട്, സ്തുതിക്കുന്നവരുടെ ഇടയിൽ കർത്താവ് വരും. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങും, സ്തുതിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ. സങ്കീർത്തനം 22:3, സങ്കീർത്തനം 22:3, സാം നമ്പർ 22 verse 3. ഇസ്രായേലിൻ തുതികൾക്കുൾ വാസമായിരിക്കുന്ന ദേവരീരെ പരിശുദ്ധർ. ദൈവം എവിടെ വസിക്കുന്നു? ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. സ്തുതി എവിടെയുണ്ടോ, ആരാധന എവിടെയുണ്ടോ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ വാസമുണ്ട്. ദൈവത്തിൻ്റെ എന്തുണ്ട്? വാസമുണ്ട്. സ്തുതിയില്ലാത്തവൻ്റെ ജീവിതത്തിൽ ദൈവം വസിക്കില്ല. സ്തുതിയുള്ളവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാസമുണ്ടാകും. സ്തുതിയില്ലാത്ത ഉള്ളത്തിൽ ദൈവം വസിക്കില്ല. സ്തുതിയുള്ള ഉള്ളത്തിൽ കർത്താവ് വസിക്കും. സ്തുതിയില്ലാത്ത ഭവനത്തിൽ കർത്താവ് വസിക്കില്ല. ആരാധനയുള്ള സ്തുതിയുള്ള ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. സ്തുതിയില്ലാത്ത സ്ഥലത്ത് ദൈവം വസിക്കില്ല. സ്തുതിയുള്ള സ്ഥലത്ത് ദൈവം വസിക്കും. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ സ്തുതികളുടെ മേൽ വസിക്കുന്നവൻ. ദൈവത്തിൻ്റെ വാസം എവിടെയാണ്? സ്തുതികളുടെ മേൽ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ വരുവാൻ സ്തുതി ജീവിതത്തിൽ വർദ്ധിക്കണം, ആരാധന ജീവിതത്തിൽ വർദ്ധിക്കണം, ദൈവത്തിൻ്റെ വാസമുണ്ടാകും. ഹല്ലേലൂയ. ഓക്കെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആർത്ത് പാടി സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. 4-ാം വാക്യത്തിൽ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആർപ്പോടെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അവർ മടിയോടുകൂടെ അല്ല സ്തുതിക്കുന്നത്, ഉത്സാഹത്തോടെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശബ്ദം ചിലതിനെ കുലുക്കുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ. നാം ശരീരത്തിൽ, നമ്മൾ ബലഹീനമുള്ള ശരീരത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുമ്പോൾ പല പരിമിതികൾ ശരീരത്തിനുള്ളപ്പോൾ, ഓക്കെ, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന
അധികമായ ശബ്ദത്തെ കൊണ്ടല്ല ഒന്നിനെയും കുലുക്കുവാൻ പോകുന്നത്. ആത്മാവിലൊരു ശക്തി വെളിപ്പെടും. ആ ആത്മാവിൽ വെളിപ്പെടുന്ന ശക്തി പലതിനെയും കുലുക്കും, പലതിനെയും പൊളിക്കും, പലതിനെയും തകർക്കും, ചിലതിനെ പണിയും, ചിലതിനെ രൂപാന്തരപ്പെടുത്തും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം പല കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി മഹത്വമുള്ള കാര്യങ്ങളെ പ്രവർത്തിക്കും. കർത്താവിൻ്റെ ശക്തി മഹത്വമുള്ള കാര്യങ്ങളെ ചെയ്യും. എവിടെ സ്തുതിയുണ്ടോ അവിടെ വെളിപ്പെടുന്ന കർത്താവ്, അവിടെ വസിക്കുന്ന കർത്താവ്. എവിടെ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരവുണ്ടോ അവിടെ ഇറങ്ങി വരുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തുതിയിൽ മഹത്വമുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. വിശ്വസിപ്പേൻ. ആരാധിക്കുന്ന ദൈവമക്കൾ വിശ്വസിപ്പേൻ. ഞാൻ ആരാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ, അടിമത്വങ്ങൾ, നുകങ്ങൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം മാറിപ്പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിപ്പേൻ. സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും ഉള്ളത്തിലൊരു ചിന്ത വേണം. ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് വിടുതലുണ്ട്, ഞാൻ ആരാധിക്കുമ്പോൾ എനിക്ക് ജയമുണ്ട്, ഞാൻ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം എനിക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വർദ്ധിക്കും, വലിയ മഹത്വകരമായ കാര്യങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിപ്പേൻ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ പൗലോസും ശീലാസും ജയിലിൽ കിടക്കുന്നു. എന്നാൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ കാലാമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു. ചങ്ങല ധരിച്ചവരായി അവർ ജയിലിൽ ബന്ധനസ്ഥരായി കിടക്കുമ്പോൾ അവർ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവിടെ കിടന്നും അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ജയിൽ പോലുള്ള ഒരു ജയിലല്ല അവിടുത്തെ ജയിൽ. ഇന്നത്തെ ജയിലിൽ എന്തൊക്കെയുണ്ട്? ചങ്ങലയിൽ കെട്ടിയിട്ടേക്കോ? ഇല്ല. കൈയും കാലും ആമത്തിലിട്ട് പൂട്ടി വെച്ചേക്കോ? ഇല്ല. തുറന്നു വിട്ടേക്കും, അല്ലേ? അവിടെ ജയിലിൽ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കില്ല, മിനിമം ഫുഡേ കൊടുക്കുള്ളൂ. വിശപ്പറിയണം, ദാഹമറിയണം, തണുപ്പറിയണം, ചൂടറിയണം, വേദന അറിയണം, കഷ്ടപ്പാടുകൾ അറിയണം, കംഫർട്ട് അനുഭവിക്കുവാൻ പാടില്ല എന്ന നിലയിലാണ് ജയിലിൽ തടവ് പുള്ളികളെ ഇട്ടേക്കുക. എന്നാൽ ഇന്നത്തെ ജയിലിൽ അങ്ങനെയല്ല. കോഴിമുട്ട, ഇറച്ചി, ചപ്പാത്തി, എന്തെന്തൊക്കെയുണ്ടോ ഒരു വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ സുഭിക്ഷമായ ആഹാരം ജയിലിൽ കിട്ടുന്നു. അപ്പോൾ ചിലർ വിചാരിക്കും, ജയിലിൽ പോയെങ്കിൽ കൊള്ളായിരുന്നു. ജയിലിൽ നല്ല ഭക്ഷണം ഇന്ന് കിട്ടുന്നു, അല്ലേ? എന്നാൽ അങ്ങനത്തെ ഒരു ജയിലല്ല ഈ ജയില്. ആ ജയിലെന്ന് പറഞ്ഞാൽ നല്ല അടിയും കൊടുത്ത് അവിടെ ഇട്ടേക്കും. ചാട്ടവാറ് കൊണ്ട് 41 കുറയെ 39 അടിയും കൊടുത്ത് ശരീരമെല്ലാം അടിച്ച് ചതച്ച് ആ ലെവലിലാണ് ജയിലിൽ ഇട്ടേക്കുക. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? എന്തിനാണ് എനിക്ക് അടി കൊണ്ടതെന്ന് മുറുമുറുത്തുകൊണ്ടും കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടും തളർന്നും കിടക്കുന്നില്ല. പകരം അവർ അപ്പോഴും എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. ആ വാക്കുകൾ തമിഴിൽ പറഞ്ഞേ. ജപം പണി ദേവനെ തുതിത്ത് പാടിനാർകൾ. ജപം പണി ദേവനെ തുതിത്ത് പാടിനാർകൾ. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എല്ലാവരും പറഞ്ഞ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എവിടെ കിടന്നിട്ട്? ജയിലിൽ കിടന്നിട്ട്. കയ്യിൽ ചങ്ങലകളുണ്ട്, കാലുകൾ ആമത്തിൽ പൂട്ടിയിട്ടുണ്ട്, ഫുൾ ബന്ധനസ്ഥരായി കിടക്കുകയാണ്, ശരീരം മുഴുവനും ചതഞ്ഞിരിക്കുകയാണ്, അടികൊണ്ട് ചതഞ്ഞുപോയി. ഈ സിറ്റുവേഷനിലും അവർക്ക് സ്തുതിക്കുവാനുള്ള ആഗ്രഹം അവിടെ കാണാം, സ്തുതിക്കുവാനുള്ള ടെൻഡൻസി അവിടെ കാണാം. ഇതാണ് ഒരു ആത്മീകന്റെ ലക്ഷ്യം. ശരീരം ബലഹീനമാണെങ്കിലും, ശരീരത്തിൽ വേദനകളുണ്ടെങ്കിലും, ശരീരത്തിൽ മുറിവുകളുണ്ടെങ്കിലും, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടെങ്കിലും, ജീവിതത്തിൽ ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കില്ല, അതൊന്നും സ്തുതിയിൽ നിന്നും പിന്തിരിപ്പിക്കില്ല. അവിടെയും സ്തുതിക്കും. ഹല്ലേലൂയ. எந்த காலத்திலும் எந்த நேரத்திலும் இயேசுவே உம்மை நான் துதிப்பேன், துதிப்பேன், எந்த வேளையிலும் துதிப்பேன். ചിലർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മഴക്കോള് കാണും. മഴക്കോള് കണ്ടാൽ ആരാധനയുള്ള ദിവസമാണെങ്കിൽ ആരാധനയ്ക്ക് വരാതിരിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. ജോലിക്ക് പോവേണ്ട ദിവസമാണെങ്കിൽ
ജോലിക്ക് പോകാതിരിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. ഇതാരുടെ ലക്ഷണമാണെന്ന് അറിയാമോ? കുഴിമടിയൻ്റെ ലക്ഷണമാണ്. കുഴിമടിയൻ അവന് എന്തെങ്കിലും തടസ്സം കണ്ടുപിടിക്കാനുള്ള ടെൻഡൻസിയാണ്. ഒരു കാര്യവും ചെയ്യാൻ ഇഷ്ടമുണ്ടാകില്ല, അത് ചെയ്യാതിരിക്കാനാണ് അവന് ഇഷ്ടം. ജോലിക്ക് എങ്ങനെ പോകാതിരിക്കാം, സ്കൂളിൽ എങ്ങനെ പോകാതിരിക്കാം, എങ്ങനെ പഠിക്കാതിരിക്കാം, ആലയത്തിൽ എങ്ങനെ പോകാതിരിക്കാം, എങ്ങനെ പോയി ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാം, അങ്ങനെ ഒരു ടെൻഡൻസി അകത്തി കിടക്കും. അടുത്തിരിക്കുന്നവരൊന്ന് പിടിച്ചൊരു പ്രൈസിനോട് പറഞ്ഞ് എല്ലാവരും ഇത് കേൾക്കണം. ശരി, ഓക്കെ. കുഴിമടിയൻ എവിടെ പോകില്ല? ജോലിക്ക് പോകില്ല, സ്കൂളിൽ പോകില്ല, പഠിക്കാൻ പോകില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്യാൻ അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ആരാധനയ്ക്കും പോകാൻ ഒരു മനസ്സുണ്ടാകില്ല. ആരൊക്കെയോ ചോദിക്കുന്നത് കൊണ്ട് ആരുടെയൊക്കെയോ മറുപടി പറയുവാൻ, ഞാൻ പോയില്ലെങ്കിൽ അവരെന്ത് പറയും, ഞാൻ പോയില്ലെങ്കിൽ ഇവരെന്ത് പറയും, മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മാത്രം അവർ പലതും ചെയ്യും. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നാൽ അവർ ജോലിക്ക് പോയില്ലേന്ന് ചോദിക്കും, അപ്പം ജോലിക്ക് പോവാം. ഇന്ന് ഞാൻ വീട്ടിൽ നിന്നാൽ അവർ സ്കൂളിൽ പോയില്ലേന്ന് ചോദിക്കും, അതുകൊണ്ട് ഞാനിന്ന് സ്കൂളിൽ പോകാം. ഇങ്ങനെയുള്ള മടിയന്മാർ ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ മക്കൾ മടിയന്മാരായിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മക്കൾ എല്ലാറ്റിലും ഉത്സാഹികളാകണം. സദൃശവാക്യത്തിൽ വചനം പറയുന്നു, വഴിയിൽ സിംഹമുണ്ടെന്ന് മടിയൻ പറയുന്നു. മടിയൻ വീട്ടിനകത്തിരുന്ന് പറയും, വഴിയിൽ എന്തുണ്ട്? എന്തിനാ അങ്ങനെ പറയുന്നേ? ജോലിക്ക് പോവാതിരിക്കാൻ. പല സ്ഥലങ്ങളിലും പോകേണ്ടുന്ന യാത്ര പോകാൻ മടിച്ചിട്ടാ പറയുന്നേ. എന്തെങ്കിലും തടസ്സം പറയും, ഇന്ന് മഴ പെയ്യും, വഴിയിൽ സിംഹമുണ്ട്, വഴിയിൽ പട്ടിയുണ്ട്. ഇപ്പോൾ സിംഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ഇപ്പോൾ പട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. വഴിയിൽ പട്ടിയുണ്ട്, കറക്റ്റാ. കേരളത്തിൽ പട്ടികൾ ധാരാളമുണ്ട്. തെരുവുകളിൽ പട്ടിയോട് പട്ടിയാ. ഗവൺമെൻറ് ഭയങ്കര പ്രൊജക്റ്റുകളൊക്കെ ചിലവാക്കി കോടികൾ മുടക്കിയിട്ടും പട്ടിയെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ്റും അങ്ങനെയുള്ള ഒരു കൂട്ടം പട്ടികളും. കറക്റ്റ്. അപ്പോൾ വഴിയിൽ പട്ടിയുണ്ട്, ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല, വഴിയിൽ പട്ടിയുണ്ട്, ഞാനിന്ന് ജോലിക്ക് പോകുന്നില്ല എന്നാര് പറയും? മടിയൻ പറയും. ഇതേ വാചകങ്ങൾ പറഞ്ഞ മടിയന്മാരിവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം പോകുവാൻ മുന്നിൽ ഇറങ്ങും. ഒരു ടൂറ് പോകണമെന്നിരിക്കട്ടെ, ഈ മടിയനായിരിക്കും ആദ്യം ഇറങ്ങുക. കല്യാണത്തിന് പോകുന്നെന്നിരിക്കട്ടെ, മടിയൻ ആദ്യം റെഡിയായി നിൽക്കും. പാല് കാച്ചിന്, കല്യാണത്തിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം മടിയന്മാർ മുന്നിൽ നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മടിയന്മാരായി മാറരുത്. സ്തുതിക്കുവാൻ ഇൻട്രസ്റ്റ് ഉള്ള, ആരാധിക്കുവാൻ ഇൻട്രസ്റ്റ് ഉള്ള, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇൻട്രസ്റ്റ് ഉള്ള ദൈവമക്കളായി നമ്മൾ വെളിപ്പെടണം. ഹല്ലേലൂയ. ഒരു മടിയന് ദൈവപുത്രനായി രൂപാന്തരപ്പെടാൻ പറ്റില്ല. ഒരു മടിയന് മഹത്വമുള്ളൊരു തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലായി വളർന്നു വരാൻ പറ്റില്ല. മടിയൻ അവൻ്റെ ആത്മീക ജീവിതത്തെയും നശിപ്പിക്കും, അവൻ്റെ ഭൗതിക ജീവിതത്തെയും നശിപ്പിക്കും, അവൻ്റെ സമ്പത്തിനെയും നശിപ്പിക്കും, അവൻ്റെ സമയത്തെയും നശിപ്പിക്കും. മടിയൻ സകലത്തെയും നശിപ്പിക്കും. ഹല്ലേലൂയ. ഉത്സാഹികളാകണം. എബ്രായർ 10:25 നമ്മൾ വായിച്ചു, പ്രോത്സാഹിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം, ആരാധിക്കുവാൻ ഉത്സാഹിപ്പിക്കണം, സ്തുതിക്കുവാൻ ഉത്സാഹിപ്പിക്കണം, സഭായോഗങ്ങൾക്ക് കൂടുവാൻ ഉത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. ഓക്കെ, ഇവിടെ നോക്കിയേ. ആ പൗലോസും ശീലാസും അപ്പോസ്തലപ്രവൃത്തി 16:25 അവർ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. വേദനയുടെ മധ്യത്തിലും ദൈവത്തെ സ്തുതിപ്പാൻ അവർ നിരാശപ്പെട്ടില്ല, തളർന്നില്ല. ദൈവമേ, ഞാൻ നിന്റെ ജോലി ചെയ്യുന്നു, എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? ഏലിയാവിനെ വിടുവിച്ചതുപോലെ എന്തുകൊണ്ട് എന്നെ വിടുവിച്ചില്ല? ഏലിയാവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തീ ഇറങ്ങി, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ എന്തുകൊണ്ട് തീ ഇറങ്ങിയില്ല എന്നൊന്നും പൗലോസും ശീലാസും ചോദിച്ചില്ല. ഹല്ലേലൂയ. അവർ അവിടെയും ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിനിടയിൽ കർത്താവ് ഒരു മഹത്വത്തെ വെളിപ്പെടുത്തി. നെക്സ്റ്റ് വേഴ്സ്, അടുത്ത വചനത്തിൽ 26-ാം വാക്യത്തിൽ, சடிதியிலே சிறைச்சாலையின் அஸ்திபாரங்கள் அசையும்படியாக பூமி மிகவும் அதிர்ந்தது. உடனே கதவுகள் எல்லாம் திறவுண்டது, எல்லாருடைய கட்டுகளும் கலண்டு போயிட்டு. ഇവർ ആരാധിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമി കുലുങ്ങി. എന്തിനാണ് ഈ ഭൂമി കുലുക്കം? ഇവരെ വിടുവിക്കുവാനുള്ളൊരു ഭൂമി കുലുക്കമാണ്. ഭൂകമ്പത്തിൽ എന്ത് സംഭവിച്ചു?
കാരാഗൃഹത്തിൻ്റെ ഫൗണ്ടേഷൻ ഇളകി, അടിസ്ഥാനം ഇളകി. ദെൻ വാതിൽ എന്ത് ചെയ്തു? തുറന്നുപോയി. വാതിലിനെ തുറക്കുക എന്നുള്ളതാണ് ആ ഭൂമി കുലുക്കത്തിൻ്റെ ലക്ഷ്യം. ചങ്ങല എന്ത് സംഭവിച്ചു? അഴിഞ്ഞു വീണു. കെട്ടിയിരുന്ന ചങ്ങലയെല്ലാം അഴിഞ്ഞു വീണു. അതിന് കണക്കിനൊരു കുലുക്കം ദൈവം അനുവദിച്ചു. ഹല്ലേലൂയ. ഇവിടെ ഭൂമി കുലുങ്ങിയത് ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ കുലുങ്ങിയ കുലുക്കമാണ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്താൽ സംഭവിച്ചു എന്ന് പറയരുത്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു മഹത്വം വെളിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാം അങ്ങനെയല്ല. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കുമെന്ന് പറയരുത്. സാത്താൻ അറുത്തു വെക്കും, ദൈവത്തിൻ്റെ ഹിതം, ദൈവം തന്നു, ദൈവത്തിന് സ്തോത്രം എന്നല്ല പറയേണ്ടത്. ജയിക്കണം. സാത്താൻ വരുന്നത്, കള്ളൻ വരുന്നത് അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും. എന്നാൽ ഇവിടെ ആരാധിച്ചപ്പോൾ വെളിപ്പെട്ട ഒരു ദൈവമഹത്വമാണ് ആ ഭൂമി കുലുക്കം. അത് അവരെ വിടുവിക്കുവാനുള്ളൊരു കുലുക്കമാണ്. ആ വാതിൽ തുറക്കുവാൻ, ആ ചങ്ങലകളെ പൊട്ടിക്കുവാൻ, ആ കാരാഗൃഹത്തിൽ ഒരു ഇളക്കമുണ്ടാക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കളെ ഒന്നിനും ബന്ധിച്ചു വെക്കുവാൻ ദൈവം അനുവദിക്കില്ല. അവരെ ബന്ധിച്ചു, പക്ഷെ അവർ വീണ്ടും സ്തുതിച്ചു. സ്തുതിച്ചപ്പോൾ ആ ബന്ധനത്തിൽ നിന്നും അവരെ വിടുവിക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായി. ഹല്ലേലൂയ. ഭൂമി ദൈവമക്കൾക്ക് തുണ നിൽക്കും. മോശയ്ക്ക് വിരോധമായി ദാതാനും കൂട്ടരും അല്ലേ, ദാതാനും കൂട്ടരും മോശയ്ക്ക് വിരോധമായി വെല്ലുവിളിച്ചുകൊണ്ട് വരികയാണ്. മോശയെക്കുറിച്ച് വചനം പറയുന്നു, ഭൂമിയിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനാണ്. പക്ഷേ ദൈവത്തോട് നല്ല കണക്ഷനുള്ള ഒരു മോശയാണ്. ആ മോശയ്ക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നപ്പോൾ ഭൂമി എന്ത് ചെയ്തു? ഭൂമി വായൊന്ന് തുറന്നു. എവിടത്തെ വായ തുറന്നു? മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന ദാതാനും കൂട്ടരും നിൽക്കുന്ന സ്ഥലത്തുള്ള വായ് മാത്രം തുറന്നു. ദാതാനും കൂട്ടരും ആ വായ്ക്കകത്തോട്ട് കയറി. എന്നിട്ട് ഭൂമി എന്ത് ചെയ്തു? വാ തിരിച്ചങ്ങ് അടച്ചു. ദാതാനും കൂട്ടരും കാണാനില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവപുത്രന്മാരുടെ മുന്നിൽ സംഭവിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ ഒരു സർപ്പം അതിൻ്റെ വായിൽ നിന്നും നദി പുറപ്പെടുവിക്കുകയാണ് ആ സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ. അവിടെയും നമുക്ക് കാണാം, ഭൂമി വായി തുറന്നു, ആ വെള്ളത്തെ വിഴുങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് സാത്താന് ആ സഭയെ അല്ലെങ്കിൽ ആ സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. ഭൂമി തുണ നിൽക്കും, സൃഷ്ടികൾ തുണ നിൽക്കും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു ദൈവപുത്രൻ വെളിപ്പെടുമോ? ഈ വ്യക്തിയിൽ ഒരു ദൈവപുത്രൻ വെളിപ്പെടുമോ? ഞാൻ കഴിഞ്ഞ ആരാധനകളിൽ പറഞ്ഞു ചില കാര്യങ്ങൾ, അതെല്ലാവർക്കും കേൾക്കുവാൻ വേണ്ടി വീണ്ടും പറയട്ടെ. അവരുടെ വീട്ടിലൊരു തെങ്ങ് നിൽക്കുന്നെങ്കിൽ, കായ്ക്കാത്ത തെങ്ങ് നിൽക്കുന്നെങ്കിൽ, ആ തെങ്ങ് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഈ വീട്ടിലുള്ള എൻ്റെ യജമാനനും സംഘവും. ഓക്കെ, അവർ എന്നാണോ ദൈവപുത്രന്മാരായി മാറുന്നത് അന്ന് ഞാൻ കായ്ക്കും എന്ന് തീരുമാനിക്കും. കായ്ക്കാത്ത പ്ലാവ് തീരുമാനിക്കും, എപ്പോഴാണോ എൻ്റെ വീട്ടിലുള്ള ഈ ഉടമസ്ഥനും കൂട്ടരും മുറുമുറുപ്പും പിറുപിറുപ്പും നിർത്തി അവർ എന്നാണോ സ്തുതിച്ചു തുടങ്ങുന്നത്, എപ്പോഴാണോ ആരാധിച്ചു തുടങ്ങുന്നത്, എപ്പോഴാണോ മര്യാദയ്ക്ക് സഭായോഗങ്ങളിൽ കൂടി തുടങ്ങുന്നത്, എപ്പോഴാണോ മര്യാദയ്ക്ക് കൂട്ടായ്മകളിൽ പങ്കെടുത്തു തുടങ്ങുന്നത്, എപ്പോഴാണോ ജീവിതത്തിൽ മാനസാന്തരം വന്നു തുടങ്ങുന്നത് അന്ന് ഞാൻ കായ്ക്കും എന്ന് തീരുമാനമെടുത്ത് നിൽക്കുന്ന ചില തെങ്ങും ചില പ്ലാവും നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ചില ആടിങ്ങനെ തീരുമാനിക്കും, ഇവർ മര്യാദയ്ക്ക് ആരാധിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ പ്രസവിക്കും, ഇല്ലെങ്കിൽ ഞാൻ പ്രസവിക്കുകയില്ല, പാലും കൊടുക്കില്ല. ചില പശു ഇങ്ങനെ തീരുമാനിക്കും, ഇവർ മര്യാദയ്ക്ക് ആരാധിക്കുകയാണെങ്കിൽ ഞാൻ ഇവർക്ക് ധാരാളം പാല് കൊടുക്കും, മര്യാദയ്ക്ക് ആരാധിച്ചില്ല എങ്കിൽ ഞാൻ എൻ്റെ പാല് വെട്ടിച്ചുരുക്കും. 20 ലിറ്റർ കറന്നുകൊണ്ടിരുന്നു, ഇവർ ഇപ്പോൾ ആരാധനയ്ക്ക് പോകുന്നില്ല, ഞാൻ 2 ലിറ്ററേ കൊടുക്കുള്ളൂ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആകാശം, ഭൂമി, വൃക്ഷങ്ങൾ, സകല സൃഷ്ടികളും ഒരു ദൈവപുത്രൻ വെളിപ്പെടുമെന്നുള്ള ഒരു താല്പര്യത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒരു ജഡീകൻ വെളിപ്പെടുവാനല്ല, ഒരു ലോക മനുഷ്യൻ വെളിപ്പെടുവാനല്ല,
ഒരു ദൈവപുത്രൻ നമ്മിൽ വെളിപ്പെടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ സൃഷ്ടികൾ, നിങ്ങൾക്ക് ചുറ്റുമുള്ള സൃഷ്ടികൾ കാത്തിരിക്കുന്നു. സൂര്യൻ കാത്തിരിക്കുന്നു, ഞാനിവരെ ചുട്ട് കരിക്കണമോ അല്ല ഞാനിവരെ കംഫർട്ടായിട്ട് കാത്തു സൂക്ഷിക്കണമോ എന്ന് സൂര്യൻ കാത്തിരിക്കുകയാണ്. ഇവർ മര്യാദയ്ക്ക് ആരാധിച്ചാൽ, ഇവർ ദൈവഭയത്തോടുകൂടെ ജീവിച്ചാൽ ഞാൻ അവർക്ക് ആവശ്യത്തിനുള്ള ചൂട് കൊടുക്കും. മേഘങ്ങൾ വിചാരിക്കും, ഇവർ മര്യാദയ്ക്ക് ദൈവത്തെ സ്തുതിച്ചാൽ, ഇവർ മര്യാദയ്ക്ക് ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ ഇവർക്ക് ആവശ്യമുള്ള മഴ തന്നെ കൊടുക്കും. ഇല്ലെങ്കിൽ ഒന്നുകിൽ അത് മഴ കൊടുക്കാതിരിക്കും, അല്ലെങ്കിൽ ധാരാളം വെള്ളം കൊടുക്കും. അത് ഇവരെയും കൂടെ ഒഴുക്കിക്കളയുന്ന ലെവലിലുള്ള വെള്ളം കൊടുക്കും. എല്ലാം അതിൻ്റെ അളവിന് മിതമായും അനുഗ്രഹമായും ഇരിക്കണമെങ്കിൽ ദൈവപുത്രൻ വെളിപ്പെടണം. ഈ ഭൂമിയിൽ അതിൻ്റെ ചക്രങ്ങളിൽ അതിനൊരു ബാലൻസ് ഉണ്ടാകണമെങ്കിൽ, അത് നോർമലായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, അതിൻ്റെ ഇംബാലൻസിങ് നേച്ചർ മാറണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ സ്തുതിയിലും സ്തോത്രത്തിലും കവിഞ്ഞിരുന്ന് ദൈവപുത്രന്മാരായി എഴുന്നേറ്റാൽ അന്തരീക്ഷങ്ങൾക്ക് മാറ്റമുണ്ടാകും, ഭൂമിക്ക് മാറ്റമുണ്ടാകും, ഈ പ്രകൃതിക്ക് മാറ്റമുണ്ടാകും, ക്ലൈമറ്റിന് മാറ്റമുണ്ടാകും, കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും, എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. ആ സൃഷ്ടികളുടെ എല്ലാ ഫങ്ഷനുകളുടെയും ബാലൻസിങ് ഉണ്ടാകും. അത് നോർമലായി ഫങ്ഷൻ ചെയ്യും. അവരെ കംഫർട്ടായി സൂക്ഷിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർവ്വ സൃഷ്ടികളും ചെയ്യും. ആ സൃഷ്ടികളെല്ലാം അതിനായി തയ്യാറാകും. ദുഷ്ടന്മാർ പെരുകുമ്പോൾ നീതിയും ന്യായവും വർദ്ധിക്കുന്നില്ല, എല്ലായിടവും അനീതിയാണ്, എല്ലായിടവും ദുഷ്ടതയാണ് എന്ന് ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ കൊതുക് പെരുകും. എവിടെ പോയാലും കൊതുക് കടിയോട് കടിയായിരിക്കും. കൊതുക് കടി കൊണ്ട് മരിക്കും, കൊതുക് കടി കൊണ്ട് രോഗങ്ങൾ വരും, ക്ഷുദ്രജീവികൾ പെരുകും, വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ശല്യമുണ്ടാക്കുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാകും. ദൈവപുത്രൻ വെളിപ്പെട്ടാൽ ഒന്നും ഛേദം വരുത്തുകയില്ല, ഒന്നും ദോഷം വരുത്തുകയില്ല. ഒരു ദോഷവും ഒരു ഛേദവും ഉണ്ടാകാതെ വേണം ഒരു കംഫർട്ട് സോണിൽ സുരക്ഷിതമായ നിലകളിൽ കർത്താവ് അവരെ നടത്തും. എല്ലാ അശുദ്ധിയും, എല്ലാ അനീതിയും, എല്ലാ പാവവും, എല്ലാ ദോഷവും ചെയ്തിട്ട് സൃഷ്ടികൾക്കെല്ലാം താളം തെറ്റിപ്പോകുമ്പോൾ ഇതും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് കളഞ്ഞു പോകരുത്. കർത്താവിൻ്റെ നാമത്തിലുള്ള കഷ്ടതയല്ല, അത് നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങളുടെ വിധിയാണ്. കാരണം കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. ദൈവത്തിൻ്റെ മുന്നിൽ കീഴ്പ്പെടുമ്പോൾ സൃഷ്ടികൾക്ക്, ജീവജാലങ്ങൾക്ക്, പ്രകൃതിക്ക്, അന്തരീക്ഷത്തിന്, ഭൂമിക്ക്, പ്രപഞ്ചത്തിന് ഒരു മാറ്റമുണ്ടാകും. അതിൻ്റെ ഡിഫക്റ്റുകൾ മാറിപ്പോകും. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ദേശത്തിൽ ദൈവമക്കൾ എഴുന്നേൽക്കട്ടെ, ദൈവപുത്രന്മാർ എഴുന്നേൽക്കട്ടെ, സഭകളിൽ സത്യ ആരാധനകൾ ഉണ്ടായി വരട്ടെ, ചടങ്ങുകൾ മാറിപ്പോകട്ടെ, പാരമ്പര്യങ്ങൾ മാറിപ്പോകട്ടെ, അനീതി മാറിപ്പോകട്ടെ, കാപട്യം മാറിപ്പോകട്ടെ. കർത്താവിനെ സത്യമായി ആരാധിക്കുന്ന സഭകൾ, കൂട്ടങ്ങൾ, കൂട്ടായ്മകൾ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മാറ്റമുണ്ടാകും. ഹല്ലേലൂയ. ശാസ്ത്രലോകം പറഞ്ഞേക്കാം ഇത്ര കാലം കഴിയുമ്പോൾ ഭൂമി നഷ്ടപ്പെട്ടു പോകുമെന്ന്. ഇപ്പോൾ പോകുന്ന പോക്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ജനം എഴുന്നേറ്റാൽ അങ്ങനെ സംഭവിക്കില്ല. കർത്താവ് ഇതിനെ കാത്തു പരിപാലിക്കും. കർത്താവ് ഇതിനെ സൃഷ്ടിച്ചത് പാഴും ശൂന്യമായി കിടക്കുവാനല്ല, അത് പാർപ്പിനായി അത്രേ കർത്താവ് ഭൂമിയെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ മഹത്വമുള്ളൊരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റുന്നതിന് കാരണം ദൈവത്തിന് മഹത്വം ഇല്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിന് അവിടെ നിന്നും മഹത്വം കൊടുക്കാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പൗലോസും ശീലാസും കഷ്ടതയുടെ മധ്യത്തിലും വേദനയുടെ മധ്യത്തിലും നിന്ദയുടെയും അപമാനത്തിൻ്റെയും മധ്യത്തിലും കർത്താവിനെ പാടി സ്തുതിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം അടങ്ങിയിരുന്നില്ല. ഭൂമിയെ ഒന്ന് കുലുക്കി, അവരുടെ അടിമത്തങ്ങളെ പൊട്ടിച്ചു, അവരെ സ്വതന്ത്രരാക്കി. നിങ്ങൾ എത്ര സമർപ്പണത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുവോ, നിങ്ങളുടെ അടിമ നുഖങ്ങൾ, ബന്ധനങ്ങൾ, നുഖങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കും, പുറത്തു കൊണ്ടുവരും. ആരാധിക്കുമ്പോൾ വിടുതലുണ്ടാകും, ആരാധിക്കുമ്പോൾ ജയമുണ്ടാകും, ആരാധിക്കുമ്പോൾ വെല്ലുവിളികൾ തകർന്നു പോകും, ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. മറ്റൊരു സന്ദർഭവും കൂടെ നിങ്ങളുടെ മുന്നിൽ വെക്കട്ടെ. രണ്ട് ദിനവൃത്താന്തം, 2 Chronicles 20-ാം അധ്യായം 21-ാം വാക്യം. യഹോശാഫാത്തും സൈന്യവും അവരുടെ ചുറ്റും സൈന്യം വന്ന്, ശത്രുക്കൾ വന്ന് വളഞ്ഞപ്പോൾ അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം
വെട്ടുകിളികൾ പോലെ ശത്രുക്കൾ വന്ന് അവരുടെ ചുറ്റും വളഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു? യഹോശാഫാത്ത് ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുന്നിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ഒരു രാജാവ് ചെയ്യുന്ന പരിപാടി നോക്കൂ. ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ വലിയൊരു സൈന്യം, ശത്രു സൈന്യം വന്ന് ചുറ്റി നിൽക്കുകയാണ്. ഈ സമയത്ത് യുദ്ധത്തിന് പോകേണ്ടുന്ന പടയാളികൾ, യുദ്ധം ചെയ്യേണ്ടുന്ന സൈന്യം, അവർ എന്ത് ചെയ്യുന്നു? അവരുടെ മുന്നിൽ സ്തുതിക്കുന്നവർ നടക്കുന്നു, അവരുടെ മുന്നിൽ ആരാധിക്കുന്നവർ നടക്കുന്നു, അവരുടെ പിന്നിൽ സൈന്യം ദൈവത്തെ സ്തുതിക്കുന്നു. യുദ്ധം ചെയ്യേണ്ട ഇവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കുന്നു. ഇതാണ് പ്രയർ വാക്ക്. നോക്കിക്കേ, അവരെന്താ ചെയ്യുന്നേ? സൈന്യത്തിന് മുന്നിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും, നടന്നുകൊണ്ട് വാഴ്ത്തുവാനും, നടന്നുകൊണ്ട് സ്തുതിക്കുവാനും, നടന്നുകൊണ്ട് വാഴ്ത്തുവാനും, നടന്നുകൊണ്ട് സ്തുതിക്കുവാനും ആളുകളെ നിയമിച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നിങ്ങളോട് പ്രയർ വാക്ക് എന്ന്, അല്ലേ? ജനറലി വാക്കിംഗ് നല്ലതാ, നടക്കുന്നത് നല്ലതാണ്. ആരൊക്കെ ഡെയിലി അരമണിക്കൂറെങ്കിലും നടക്കാറുണ്ട്? കൈ ഉയർത്തിക്കാൻ. ശരി, അടുക്കളയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്, നടക്കാൻ വേണ്ടി പോകുന്ന നടത്തത്തെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്. ഒന്നുകൂടെ കൈ ഉയർത്തിക്കുക. ആരൊക്കെ മിനിമം അരമണിക്കൂറെങ്കിലും നടക്കാറുണ്ട്? ശരി, ദീർഘായുസോടെ ജീവിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നടക്കാതെ തിന്ന് മാത്രം ഇരിക്കുന്നത്. ശരീരത്തിൻ്റെ ഹെൽത്തിന് ചെയ്യേണ്ടത് ശരീരത്തിന് ചെയ്യണം. ഓക്കെ, നടന്നൂടെ? അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിച്ചത്. സ്തുതിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ടാണ്. നടക്കാത്ത ആളോട് ഞാൻ എന്ത് പറയാനാ? ശരി, പിന്നെ എന്താ ചെയ്യാറുള്ളേ? ഫുൾ വണ്ടിയിലാണോ പോകുന്നേ? ശരി, ഞാൻ അതിനും കൂടെ ഒരു സൊല്യൂഷൻ പറയാം. നടക്കാറേ ഇല്ല, ഓക്കെ, ആരോഗ്യം വർദ്ധിക്കില്ല. അപ്പോൾ വണ്ടിയിലാണ് ഫുൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴും, കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ സ്തുതിച്ച് യാത്ര ചെയ്തോ. ട്രെയിനിൽ പോകുന്നവർ സ്തുതിച്ച് യാത്ര ചെയ്തോ. ഫ്ലൈറ്റിൽ പോകുന്നവർ ആരാധിച്ചുകൊണ്ടേ യാത്ര ചെയ്തോ. നിങ്ങളുടെ യാത്രകളിലെല്ലാം നിങ്ങളിൽ നിന്നൊരു സ്തുതി ഉയർന്നുകൊണ്ടേയിരിക്കട്ടെ. യഹോശാഫാത്ത് എന്ത് ചെയ്തു? വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുന്നിൽ, ആരുടെ സൈന്യത്തിന് മുന്നിൽ? ആ രാജാവിൻ്റെ സൈന്യത്തിന് മുന്നിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും. എന്തിന്? നടന്നുകൊണ്ട് വാഴ്ത്തുവാനും സ്തുതിക്കുവാനും. യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും. എന്തു ചൊല്ലുവാൻ? യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലുവാനും. എന്തു ചെയ്തു? യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. രാജാവിൻ്റെ നിയമനം, രാജാവിൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ്. എന്തിനാണ്? നടന്ന് സ്തുതിക്കുവാനുള്ള ഒരു നിയമനം. ഏതെങ്കിലും രാജ്യത്തിൽ ഇങ്ങനെയുള്ള അപ്പോയിൻമെൻറ്റ് കണ്ടിട്ടുണ്ടോ? തൂക്കുവാനുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ട്, കളക്ടറായിരിക്കാനുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട്, ടീച്ചറായിരിക്കാനുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട്, പോലീസായിരിക്കാനുള്ള അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇതാ സൈന്യത്തിന് മുന്നിൽ സ്തുതിക്കുവാനുള്ളൊരു അപ്പോയിൻമെൻറ്റ്, ആരാധിക്കുവാനുള്ളൊരു അപ്പോയിൻമെൻറ്റ്, ഒരു നിയമനം. ഹല്ലേലൂയ. നടന്ന് സ്തുതിക്കുവാൻ, നടന്ന് വാഴ്ത്തുവാൻ, നടന്ന് സ്തുതി ചൊല്ലുവാൻ ഒരു നിയമനം. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, എങ്ങനെ? പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. നോക്കിക്കേ, ദൈവം ചിലരെ അവർക്കെതിരെ വരുത്തുന്നു. ആര് വരുത്തിയെന്നാ പറയുന്നേ? യഹോവ. ആരാ വരുത്തിയത്? യഹോവ. ശത്രു എതിരെ വരുമ്പോൾ ആർക്കെതിരെയാണോ വരുന്നത് അവർ സ്തുതിക്കുന്നവരാണെങ്കിൽ ആ ശത്രുവിനെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ചിലരെ നിയോഗിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരായി ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രതികൂലമാണോ വരുന്നത്, അവിടെ നിങ്ങൾ ആരാധിച്ചു തുടങ്ങി നോക്കൂ, സ്തുതിച്ചു തുടങ്ങി നോക്കൂ. അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായി സാധിക്കും.
അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, ആരാധിച്ച് ജയമെടുക്കണം, സ്തുതിച്ച് ജയമെടുക്കണം. എടുക്കോ? ആരൊക്കെ ജയമെടുക്കും? ജീവിതകാലം മുഴുവനും ഇതൊരു ലെസൺ ആയിരിക്കട്ടെ. ഏതൊരു പ്രതിസന്ധി വന്നാലും സ്തുതിപ്പാൻ സമയങ്ങൾ മാറ്റിവെക്ക്, ആരാധിപ്പാൻ സമയങ്ങൾ മാറ്റിവെക്ക്. കരയുവാനും നിരാശപ്പെടുവാനുമല്ല, തളർന്നിരിക്കുവാനല്ല, വാടി കരിഞ്ഞിരിക്കുവാനല്ല, സ്തുതിക്കുവാൻ സമയങ്ങൾ മാറ്റിവെക്ക്. ഞാൻ ആരാധിച്ച് ജയമെടുക്കും, ഞാൻ സ്തുതിച്ച് ജയമെടുക്കും എന്നൊരു സമർപ്പണമുണ്ടാകട്ടെ, ഒരു തീരുമാനമുണ്ടാകട്ടെ. ആരാധിക്കുന്ന ദൈവമക്കൾക്കായി മഹത്വം വെളിപ്പെടും. ശത്രുക്കളെ കർത്താവ് കൈകാര്യം ചെയ്യും. നിങ്ങളുടെ ശത്രു ആരുമായിക്കൊള്ളട്ടെ, മനുഷ്യൻ നിങ്ങളുടെ ശത്രുവല്ല എന്ന് മനസ്സിലാദ്യം വിചാരിക്കുക. ഒരു മനുഷ്യനോടും ശത്രുത മനസ്സിൽ വെച്ചിരിക്കരുത്. ഇനി ആ മനുഷ്യർ നമുക്കെതിരെ വരുന്നുവെങ്കിൽ അവരെ ശത്രുവായി കാണരുത്. അവരുടെ പിന്നിലൊരു ദുഷ്ടശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദൈവം കൈകാര്യം ചെയ്യേണ്ടത് ആ ശക്തിയെയാണ്. ദൈവം ചെയ്യേണ്ടത് ചെയ്തോളും. ചിലപ്പോൾ മനുഷ്യരെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതും ദൈവം ചെയ്യും. ആ ശക്തിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതും ചെയ്യും. ഏതിനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിനെ ദൈവം കൈകാര്യം ചെയ്തു കൊള്ളും. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവജനത്തിനായി, ആരാധിക്കുന്ന ദൈവജനത്തിനായി മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനത്തിനെതിരെ വരുന്ന സൈന്യത്തിനെതിരെ ദൈവം പതിയിരിപ്പുകാരെ വിളിച്ചു വരുത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനുഷ്യർ അവിടെ ഉണ്ടോ എന്നറിയില്ല. പക്ഷെ അവർക്കെതിരെ പതിയിരിപ്പുകാർ വന്നു. ദൈവം തന്റെ ദൂതന്മാരെ പല രൂപത്തിലയക്കും, പല വേഷത്തിലയക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കായി ദൈവദൂതന്മാർ പ്രവർത്തിക്കും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആരാധിക്കുന്ന മക്കൾക്കായി, സ്തുതിക്കുന്ന മക്കൾക്കായി, ദൈവത്തിനായി സമയങ്ങൾ മാറ്റിവെക്കുന്ന ദൈവമക്കൾക്കായി ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, ഇത് നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കായി ദൂതന്മാർ ഇറങ്ങും. നിങ്ങൾക്ക് കടന്നു പോകുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, നിങ്ങൾക്ക് ഇടപെടുവാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ദൈവം തന്റെ ദൂതനെ അയച്ച് ദൈവം ചില കാര്യങ്ങളെ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് ഓൾറെഡി ആ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കൈ ഉയർത്തിക്കേ. ദൈവം ദൂതനെ അയച്ച് മഹത്വകരമായ വിടുതൽ എനിക്ക് തന്നിട്ടുണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അനേകർക്ക് കർത്താവ് അങ്ങനെ മഹത്വകരമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദൂതൻ നേരിട്ട് വരും, ചിലപ്പോൾ മനുഷ്യരൂപത്തിൽ വരും, ചിലപ്പോൾ ദൂതൻ എന്നറിയുന്ന ലെവലിൽ തന്നെ വരും. ദൈവം നേരിട്ട് തൻ്റെ മക്കൾക്കായി ദൂതനെ അയച്ച് മഹത്വകരമായ കാര്യങ്ങളെ ചെയ്യും. ബുദ്ധി കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തത്, പണം കൊണ്ട് കഴിയാത്തത്, മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തത്, മസിൽ പവർ കൊണ്ട് നടക്കാത്തത്, ആര് വിചാരിച്ചാലും നടക്കാത്തത്, തൻ്റെ ജനത്തിനു വേണ്ടി, സ്തുതിക്കുന്ന മക്കൾക്ക് വേണ്ടി, ആരാധിക്കുന്ന മക്കൾക്ക് വേണ്ടി കർത്താവ് ചില മഹത്വകരമായ കാര്യങ്ങളെ പ്രവർത്തിക്കും. ഇത് എല്ലാവർക്കും സ്തുതിക്കാനുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ വലിയ അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കരുത്. ഞാനാണ് ഇവിടെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ റെസ്റ്റ് എടുക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ജോലി വായി തുറന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാനുള്ള ജോലിയാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറഞ്ഞേ, സ്തുതിച്ചുകൊണ്ടേയിരിക്കാം, സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. തുതിപ്പേൻ 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 തുതിത്തുകൊണ്ടേ ഇരുപ്പേൻ. മതി, ഈ വരി എനിക്ക് മതി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പാടിക്കോളാം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരി ശരി, നോക്കിക്കേ. മറ്റൊരു ഭാഗം കൂടെ, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, മോശ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ പോകുന്നു. മോശ സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ദൈവം അവരോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതാണ്. ദൈവത്തിൻ്റെ പാദത്തിൽ കാത്തിരിക്കുമ്പോൾ, സ്തുതിക്കുവാനായി സമയങ്ങൾ മാറ്റിവെച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് നേരെ കടന്നു വരും. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ചില സന്ദേശങ്ങൾ കൊടുക്കുവാനുണ്ടെങ്കിൽ
ഓക്കെ, പ്രവാചകന്മാരെ കർത്താവ് കൊണ്ടുവരും. ഓക്കെ, ഞാൻ പറയട്ടെ, പ്രവാചകന്മാരെ തേടിപ്പോകണ്ട, പ്രവാചകന്മാർ തേടി വരും. ഹിസ്കിയാവിന്റെ അടുക്കൽ പ്രവാചകനെ ദൈവം അയച്ചു. സാറഫാത്തിലെ വിധവയുടെ അടുക്കൽ പ്രവാചകനെ ദൈവം അയച്ചു. പ്രവാചകനെ ദൈവം അയക്കും. ഹല്ലേലൂയ. അടുത്തൊരു കേൾവിച്ച് പറഞ്ഞേ, പ്രവാചകനെ തേടിപ്പോകണ്ട, പ്രവചനത്തിൻ്റെ പിന്നാലെ ഓടണ്ട, സ്തുതിക്കുന്ന മക്കൾക്ക്, ആരാധിക്കുന്ന മക്കൾക്ക് അവരെ തേടി പ്രവചനം വരും, അവരെ തേടി പ്രവാചകൻ വരും. വിശ്വസിക്കുന്നോ? ആര് വിശ്വസിക്കുന്നു? ഈ വെളിപ്പാടും പ്രവചനവും ദർശനവും കേൾക്കാനുള്ള ഒരു ഹരം മാത്രം വെച്ചുകൊണ്ട് നടക്കരുത്. ഇന്ന് അത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് യോജിക്കാത്ത ലെവലിലുള്ള പ്രവചനങ്ങളും ദർശനങ്ങളുമായി ചില ശുശ്രൂഷകൾ മാറിപ്പോകുന്നു. പ്രവചനവും ദർശനവും മാത്രമല്ല ശുശ്രൂഷ. ദൈവരാജ്യത്തിൻ്റെ അനേക പ്രവർത്തനങ്ങൾ നടക്കുവാനുണ്ട്. ഫുൾ പ്രവചനം കേട്ടുകൊണ്ടേയിരിക്കും, ദൂത് കേട്ടുകൊണ്ടിരിക്കും. കർത്താവ് എന്നോട് എന്താ പറയുന്നത്, കർത്താവ് എന്നോട് എന്താ പറയുന്നത്, കർത്താവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കാര്യമില്ല. ഇസ്രായേൽ മക്കൾക്കും ഇത് തന്നെ പറ്റിയത്. പ്രവചനവും ദൂതും കേട്ടുകൊണ്ടിരുന്നു. എന്താണ് പ്രവചനം? പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അത് കേട്ടുകൊണ്ടുകൊണ്ടേ പോവുകയാണ്. പക്ഷെ ആ കിടപ്പ് എവിടെയാ? വെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിൽ. ദൂതെന്താണ്? പാലും തേനും ഒഴുകുന്ന കനാൻ. അവസ്ഥ എന്താണ്? വെള്ളം പോലും കിട്ടാത്ത മരുഭൂമി. കാരണം കയ്യിലിരിപ്പ്, അതിനുള്ള കയ്യിലിരിപ്പേ ഉള്ളൂ. വെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിൽ കിടക്കേണ്ടുന്ന കയ്യിലിരിപ്പാണ്. മുറുമുറുക്കുന്ന വാ, ദൈവത്തിൽ ആശ്രയിക്കാത്ത സ്വഭാവം, ദൈവത്തിന് കീഴ്പ്പെടാത്ത സ്വഭാവം, ദൈവത്തെ മാനിക്കാൻ അറിയില്ല, ദൈവത്തിൻ്റെ അഭിഷിക്തനെ മാനിക്കാൻ അറിയില്ല. ഇങ്ങനെയുള്ളവർക്ക് പാലും തേനും കൊടുക്കണോ അതേ മരുഭൂമി കൊടുക്കണോ? ന്യായമായിട്ട് നിങ്ങളൊരു മറുപടി പറഞ്ഞേ. എന്ത് വേണം? കറക്റ്റ്, മരുഭൂമി. മുറുമുറുക്കുന്നവർക്ക്, പിറുപിറുക്കുന്നവർക്ക്, ആരാധിക്കാത്തവർക്ക്, സ്തുതിക്കാത്തവർക്ക്, ദൈവത്തിന് കീഴ്പ്പെടാത്തവർക്ക്, ദൈവത്തിൻ്റെ കാര്യങ്ങളെയും ദൈവത്തെയും ബഹുമാനിക്കാൻ അറിയാത്തവർക്ക് മരുഭൂമിയാണ് കൊടുക്കേണ്ടത്. അവർ 40 വർഷം മരുഭൂമിയിൽ കിടന്നത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അടുത്തിരി കൈ പിടിച്ച് പറഞ്ഞേ, പാലും തേനും ഒഴുകുന്ന കനാൻ വേണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വേണം. മരുഭൂമിയിൽ കിടക്കാനുള്ള ക്വാളിറ്റിയാണുള്ളതെങ്കിൽ മാനസാന്തരപ്പെടണം. ഇത്രയും മതി, ഇത്രയും മതി. ഇത് മനസ്സിൽ വെച്ചോളൂ. ഓക്കെ, മരുഭൂമിയിലാണോ കിടക്കുന്നത്? കനാൻ ദേശത്താണോ ആയിരിക്കുന്നത്? വെള്ളം പോലും കിട്ടാതെ കിടക്കുകയാണോ? പാലും തേനും ഒഴുകുകയാണോ? എന്താണ് അവസ്ഥ? അവസ്ഥകൾക്ക് മാറ്റം വരട്ടെ. കാത്തിരിപ്പിൻ, മാനസാന്തരപ്പെടുവിൻ, രൂപാന്തരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങട്ടെ, സ്വർഗം തുറക്കട്ടെ, മഹത്വകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നും ഒരു നരകയാതന വേണ്ട, എന്നും ദാരിദ്ര്യം വേണ്ട, എന്നും ഞെരുക്കം വേണ്ട, എന്നും ശത്രുവിൻ്റെ പോരാട്ടം വേണ്ട. അതിൽ നിന്നും പുറത്തു വരണം. ഒരു സ്വസ്ഥത അനുഭവിക്കുവാൻ കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചിരിക്കുന്നു. ഒരു സമാധാനം അനുഭവിക്കുവാൻ കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചിരിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ കർത്താവ് തൻ്റെ ജനത്തെ വിളിച്ചിരിക്കുന്നു. രൂപാന്തരം പ്രാപിക്കാം. തൻ്റെ ജനത്തിന് തരുവാൻ നന്മയായുള്ളത്, ബെറ്ററായിട്ടുള്ള പ്ലാൻ, മെച്ചരമായ പദ്ധതികൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്. സ്വന്തമാക്കുവേൻ, സ്വന്തമാക്കാം. ഹല്ലേലൂയ. നിങ്ങൾ മരുഭൂമിയിൽ കിടക്കുന്നതിന് ദൈവവും ഉത്തരവാദിയല്ല, സാത്താനും ഉത്തരവാദിയല്ല. ചില മനുഷ്യരുടെ സ്വഭാവം ഇതാണ്: ഒന്നുകിൽ ദൈവത്തിൻ്റെ തലയിൽ കയറും, അല്ലെങ്കിൽ സാത്താൻ്റെ തലയിൽ കയറും. നമുക്കൊരു റോളുമില്ല എന്നാണ് വിചാരിക്കുന്നത്. കയ്യിലിരിപ്പ് മുഴുവനും മോശമായിരുന്നിട്ട് സാത്താനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു അവസരമുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എല്ലായിടത്തും സാത്താൻ്റെ തലയ്ക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ കുറച്ച് വിശ്വാസികളുണ്ട്. നിരപരാധിയാണ് സാത്താൻ. സാത്താൻ ന്യായമായിട്ട് നീതിയായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അതിന് അനീതി, അസത്യം, കാപട്യം, അലസത, ദുഷ്ടത, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ സാത്താന് നമ്മുടെ ജീവിതത്തിൽ അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും അവസരം കിട്ടില്ല. കർത്താവ് വേലി കെട്ടി കാത്തുകൊള്ളും.
എല്ലാ അവസരവും കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അറുക്കുവാനും കൊല്ലുവാനും മുടിക്കുവാനും വരുന്ന സാത്താനെ തിരിച്ചറിയണം. അതിന് തുറന്നു കൊടുത്ത വാതിലുകളെ അടയ്ക്കണം. മാനസാന്തരപ്പെടേണ്ടടുത്ത് മാനസാന്തരപ്പെടണം, രൂപാന്തരപ്പെടേണ്ടടുത്ത് രൂപാന്തരപ്പെടണം. ദൈവത്തിന് ഇടം കൊടുക്കുവിൻ. ഹല്ലേലൂയ. മഹത്വം വെളിപ്പെടട്ടെ. പാലും തേനും ഒഴുകുന്ന കനാന്റെ അനുഭവങ്ങൾ ദൈവജനം സ്വന്തമാക്കട്ടെ. ദൂതന്മാർ ഇറങ്ങട്ടെ. ദൂതന്മാരുടെ സേവനം ദൈവജനം അനുഭവിക്കട്ടെ. ആമേൻ. ഇയ്യോബിന്റെ കഷ്ടത അനുഭവിച്ചതുപോലെ ഞാനും കഷ്ടതയിലാണെന്ന് പറഞ്ഞ് അവിടെ സുഖമായിട്ട് കിടക്കണ്ട, പുറത്തു വരണം. ഓക്കെ. ഇയ്യോബിനെ ദൈവം എന്ത് ചെയ്തു? പരീക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. സാത്താൻ്റെ വെല്ലുവിളിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടോ? ഇയ്യോബിൻ്റെ കഷ്ടത വേണം, പൗലോസിൻ്റെ ശൂലം വേണം എന്നുള്ളവരുണ്ടെങ്കിൽ എന്നെ പ്രത്യേകം കണ്ട് പ്രാർത്ഥിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കഷ്ടത വേണം, കഷ്ടതയിൽ തേജസ് വർദ്ധിക്കുന്നു, കഷ്ടത വേണമെന്നുള്ളവർ എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രെയർ റിക്വസ്റ്റ് എഴുതി തരണം. പാസ്റ്ററെ, എനിക്ക് ജീവിതത്തിൽ കഷ്ടതയൊന്നുമില്ല, എനിക്ക് ധാരാളം കഷ്ടത കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞാലേ മതി, അപ്പോൾ തുടങ്ങും കഷ്ടത. ഓക്കെ. അപ്പോൾ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകട്ടെ. ദൈവജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണം. ശരീരത്തിൽ, മനസ്സിൽ, ഭവനത്തിൽ, കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, അധ്വാനത്തിൽ, തൊഴിലിൽ, എല്ലാറ്റിലും ഒരു ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന നാവുള്ള ദൈവമക്കൾ, സ്തുതിക്കുന്ന ഉള്ളമുള്ള ദൈവത്തിൻ്റെ ജനം എഴുന്നേൽക്കണം. ആമേൻ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ആരാധിക്കുമ്പോൾ ദൈവം ഇടപെടും, ദൈവം സംസാരിക്കും, ദൈവത്തിൻ്റെ ദൂതുകൾ കടന്നു വരും, പ്രവാചക ശബ്ദങ്ങൾ കടന്നു വരും. അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ നിങ്ങൾക്കായി വായിച്ച് അവസാനിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18. ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം. എന്ത് സംഭവിക്കുന്നു? 2 കൊരിന്ത്യൻസ് 3:18. നാം എല്ലാവരും திறந்த முகமாய் கர்த்தருடைய மகிமையை கண்ணாடியிலே காண்கிறது போல கண்டு ஆவியாயிருக்கிற கர்த்தரால் அந்த சாயலாகத்தானே மகிமையின் மேல் மகிமை அடைந்து മറുരൂപപ്പെടുகிறோം. നോക്കിയേ, വലിയൊരു ആത്മീയ രഹസ്യം ഈ വചനത്തിൽ കിടപ്പുണ്ട്. എന്നാൽ മൂടുമുട നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, ഇനി ശ്രദ്ധിക്കണേ, ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തേജസ്സിൻ്റെ മേൽ. എവിടെയാണ് ആ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിക്കുന്നത്? ദേഹത്തിലാണോ? ദേഹിയിലാണോ? ആത്മാവിലാണോ? ആത്മാവിൽ. ഓക്കെ. ദൈവം നോക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ തേജസ്സുള്ളവരായി കാണപ്പെടണമെങ്കിൽ ജീവിതത്തിൽ ആരാധന വേണം, മാനസാന്തരം വേണം, ഒരുക്കം വേണം, രൂപാന്തരങ്ങൾ വേണം. ഹല്ലേലൂയ. നമ്മൾ മാനസികമായി ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ആത്മാവിൽ വലിയ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു. തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് പിന്നെന്താകും? അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവും ഉള്ളവരായി മാറുന്നു. ദൈവം മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ, മനുഷ്യനെ നോക്കുമ്പോൾ ദൈവത്തിന് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയാമോ? ചിലതിനെ നോക്കിയാൽ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ഇല്ല. ചിലതിനെ നോക്കിയാൽ അതൊരു പാമ്പാണ്, ചിലതിനെ നോക്കിയാൽ അതൊരു കഴുതയാണ്, ചിലതിനെ നോക്കിയാൽ അതൊരു പന്നിയാണ്, ചിലതിനെ നോക്കിയാൽ അതൊരു പട്ടിയാണ്, ചിലതിനെ നോക്കിയാൽ അതൊരു തേളാണ്. ഇങ്ങനെയാണ് ആത്മാവിൽ ദൈവത്തിന് കാണാൻ പറ്റുന്നത്. നിങ്ങളെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? ഏത് ജീവിയായിട്ടാണ് കാണാൻ പറ്റുന്നത്? ആത്മാവിൽ തേജസ്സുള്ള ദൈവത്തിൻ്റെ രൂപമുള്ള ഒരു മനുഷ്യനാണോ? അല്ല, ആത്മാവിൽ പാമ്പും തേളും പന്നിയും പട്ടിയും. ഞാൻ വചനത്തിൽ നിന്നാണ് ഈ വാക്കുകളെല്ലാം പറയുന്ന, വചനത്തിൽ നിന്നാണ് പറയുന്നത്. ചിലർ വിചാരിക്കും പാസ്റ്റർ സ്റ്റേജിൽ വന്നെന്ന് മൈക്കെടുത്ത് നമ്മളെല്ലാം പന്നിയെന്നും പട്ടിയെന്നും വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നോ നോ നോ, അങ്ങനെയല്ല. ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ വചനത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. ഓക്കെ. വചനം പറയുന്നു, നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞാൽ ചില ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ചിലർ നായാണ്. ഓക്കെ. കർത്താവ് പറയുന്നു, പന്നികളുടെ മുന്നിൽ മുത്തിടരുത്. ദൈവം നോക്കുമ്പോൾ ചിലരെ ദൈവത്തിന് പന്നിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ?
കർത്താവ് ഹെരോദാവിനെ കുറിച്ച് പറയുന്നു, ആ കുറുക്കനോട് പോയി പറ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അവനൊരു കുറുക്കനാണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ആത്മാവിൽ ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവും പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ രൂപം നമുക്ക് വേണം, ദൈവത്തിൻ്റെ സാദൃശ്യം നമുക്ക് വേണം. അതിന് കാത്തിരിക്കണം, സ്തുതിക്കണം, ആരാധിക്കണം, ഒരുങ്ങണം, കർത്താവിനോടുള്ള ബന്ധത്തിൽ സമയം ചെലവഴിക്കുവാൻ മിനക്കെടണം. അപ്പോൾ രംഗം മാറും, രൂപാന്തരം സംഭവിക്കും, തേജസ് ഉണ്ടാകും. ആദ്യം ജീവൻ ഉണ്ടാകും, പിന്നെ തേജസ് ഉണ്ടാകും. ആ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന് ഒരു ദൈവപുത്രനായി വെളിപ്പെടുവാൻ കഴിയും. രൂപാന്തരങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഒരു പന്നിക്കെതിരെ മന്ത്രവാദം ചെയ്താൽ മന്ത്രവാദം ഫലിക്കും. ഞാൻ ഈ കാട്ടിക്കിടക്കുന്ന പന്നിയെക്കുറിച്ചല്ല പറയുന്നത്. വചനത്തിൽ കർത്താവ് ഏത് പന്നി എന്ന് പറഞ്ഞിരിക്കുന്നു ആ പന്നിയെക്കുറിച്ച് പറയുകയാണ്. പന്നിക്കെതിരെ മന്ത്രവാദം ചെയ്താൽ മന്ത്രവാദം ഫലിക്കും. നായ്ക്കെതിരെ മന്ത്രവാദം ചെയ്താൽ മന്ത്രവാദം ഫലിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തം രൂപവും സ്വന്തം സാദൃശ്യവുമുള്ള ഒരു ദൈവപൈതലിനെ മന്ത്രവാദം ചെയ്താൽ മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിയുടെ കാറ്റ് പോവും, അവൻ്റെ ഓഫീസ് പൂട്ടും. ദൈവമക്കളുടെ പവർ അങ്ങനെയുള്ളതാണ്. ഒരു അഭിഷേകമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഒരു ദൈവപൈതലിനെതിരെ, ഒരു ദൈവത്തിൻ്റെ അഭിഷേകത്തിനെതിരെ മന്ത്രവാദം ചെയ്യാൻ ഒരു മന്ത്രവാദിക്ക് കഴിയില്ല. അത് അവസാനത്തെ മന്ത്രവാദമായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും അവിടെ, ദൈവത്തിൻ്റെ തീ അവിടെ ഇറങ്ങും. വിശ്വസിപ്പേൻ. ആരാധിക്കുന്ന ദൈവമക്കളോട് ദൈവം പല കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ സ്തുതികളുടെ മധ്യത്തിൽ കർത്താവ് വസിക്കും, അവരോട് കൂടെ കർത്താവ് ഇരിക്കും, അവർക്കായി കർത്താവ് യുദ്ധം ചെയ്യും, അവരെ കർത്താവ് വിടുവിക്കും, അവരെ കർത്താവ് രൂപാന്തരപ്പെടുത്തും. സ്തുതിക്കുന്ന മക്കൾക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അവരിൽ സംഭവിക്കും.